എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശരണ്യ. ഇന്ന് സേവാ ഇന്ത്യയുടെ പുനർജനി ചൈൽഡ് കൗൺസിലിംഗ് ട്രെയിനിങ്ങിന്റെ 3ാമത്തെ ദിവസമാണ്. അപ്പൊ നമ്മൾ കുട്ടികളിലെ അഡിക്ഷനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ. അതിനുവേണ്ടി ഇന്ന് നമുക്ക് മോഡറേറ്ററായി നമ്മുടെ കൂടെ എത്തിയിരിക്കുന്നത് ഷൈൻ സാർ ആണ്. ഷൈൻ സാർ കൊല്ലം അഞ്ചൽ സ്വദേശിയാണ്. അദ്ദേഹം 2007-2009 കാലഘട്ടത്തിൽ അമൃതയിൽ നിന്ന് MSW കോഴ്സ് പൂർത്തിയാക്കി. അതിനുശേഷം സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷൻ വയനാട്, അതുപോലെ തന്നെ നിംഹാൻസ് അത്തരങ്ങളിലുള്ള സ്ഥാപനങ്ങളിലെല്ലാം തന്നെ ഇന്റേൺഷിപ്പ് ചെയ്ത് പഠിച്ചിറങ്ങുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ക്യാമ്പസ് പ്ലേസ്മെന്റിന്റെ ഭാഗമായി ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ കെയർ ഇന്ത്യ അമൃതശ്രീയുടെ ലൈവ്ലിഹുഡ് പ്രൊജക്ട് ഓഫീസറായി 2 വർഷം സേവനമനുഷ്ഠിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. 2011 അവസാനത്തോടെ കൊല്ലം ചടയമംഗലം ഹരിശ്രീ ഡി അഡിക്ഷൻ സെന്ററിൽ കൗൺസിലറായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ഇപ്പോൾ അവിടെ സീനിയർ കൗൺസിലർ ആയിട്ടാണ് അദ്ദേഹം വർക്ക് ചെയ്തു വരുന്നത്. കാപ്സ് കൊല്ലം ചാപ്റ്റർ പ്രസിഡന്റും കാപ്സ് സൗത്ത് റീജിയണൽ സെക്രട്ടറിയുമാണ് അദ്ദേഹം. അതിനോടൊപ്പം തന്നെ ശുചിത്വ മിഷൻ, SPC, കോളേജ് NSS യൂണിറ്റ്സ്, പഞ്ചായത്ത് തല ജെൻഡർ റിസോഴ്സ് സെന്റർ, ബ്ലോക്ക് ലെവൽ പാലിയേറ്റീവ് കെയർ എന്നിവിടങ്ങളിലും റിസോഴ്സ് പേഴ്സണായും ട്രെയിനറായും ഷൈൻ സർ സേവനമനുഷ്ഠിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ സ്ഥാപനങ്ങളുടെ കൺസൾട്ടന്റ് കൗൺസിലറായും സോഷ്യൽ വർക്കറായും സൈക്കാട്രിക് നഴ്സിംഗ് ഇന്റേൺഷിപ്പ് ട്രെയിനറായും അദ്ദേഹം പ്രവർത്തിച്ചു വരുന്നു. 2020 മുതൽ ഓൺലൈൻ കൗൺസിലിംഗ് സെന്ററും അദ്ദേഹം നടത്തി വരുന്നുണ്ട്. അദ്ദേഹമാണ് നമ്മളുടെ കൂടെ ഇന്ന് മോഡറേറ്റർ ആയിട്ട് ഉള്ളത്. ഷൈൻ സാറിനെ ഹൃദയപൂർവ്വം ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു ശരണ്യ മാഡം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുനർജനി കൗൺസിലിംഗ് പ്രോഗ്രാമിന്റെ 3ാമത്തെ ദിവസമാണ്. വളരെ മികച്ച രീതിയിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള RPമാരെ അണിനിരത്തി, റിസോഴ്സ് പേഴ്സൺമാരെ അണിനിരത്തി മികച്ച ഒരു വിഷയം തന്നെ, കാലിക പ്രാധാന്യമുള്ളൊരു വിഷയം തന്നെയാണ് അപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ റിസോഴ്സ് പേഴ്സണായി ക്ലാസ് വിഷയാവതരണത്തിനായി എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ അനന്തു ആണ്. അനന്തു കോട്ടയം പാലാ സ്വദേശിയാണ്. മധ്യകേരളത്തിലെ പ്രമുഖ സോഷ്യൽ വർക്ക് കോളേജായിട്ടുള്ള രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസിൽ നിന്നും മെഡിക്കൽ ആൻഡ് സൈക്കാട്രി സ്പെഷ്യലൈസേഷനോടെ MSW പാസ്സായി. സാമൂഹ്യാരോഗ്യം, പ്രോജക്റ്റ് മാനേജ്മെന്റ്, പ്രോജക്റ്റ് ഡെവലപ്മെന്റ് തുടങ്ങിയ മേഖലകളിലെ വൈദഗ്ധ്യം നേടിയിട്ടുണ്ട്. ഒപ്പം തന്നെ IRCAയിൽ ഡി അഡിക്ഷന്റെ കൗൺസിലറായിട്ടാണ് അദ്ദേഹം പ്രൊഫഷൻ ആരംഭിക്കുന്നത്. സോഷ്യൽ ഡെവലപ്മെന്റ് സെക്ടറിൽ ഏകദേശം 5 വർഷത്തിലേറെയായിട്ടുള്ള പരിചയം ശ്രീ അനന്തുവിനുണ്ട്. നിലവിൽ അട്ടപ്പാടി സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷനിൽ ഹെൽത്ത് പ്രോജക്ട് മാനേജറായിട്ട് പ്രവർത്തിക്കുകയാണ്. ഒപ്പം തന്നെ ഈ പരിപാടിയുടെ ഒരു മികച്ച രീതിയിൽ വിഷയങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പരിപാടിയുടെ ഇന്നത്തെ വിഷയം അവതരണത്തിനുള്ള ഒരു മോഡറേറ്ററായി എനിക്ക് അവസരം നൽകിയ സേവാ പ്രൊഫഷണൽ ടീം അംഗങ്ങളോടും ഒപ്പം തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടും പങ്കാളികളായിട്ടുള്ള എല്ലാവരോടും എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. വിഷയാവതരണത്തിനായി നമ്മുടെ പ്രിയപ്പെട്ട അനന്തുവിനെ സ്നേഹപൂർവ്വം സ്നേഹബഹുമാനങ്ങളോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഷൈൻ സാറിന്റെ വാക്കുകൾക്ക് ഒരുപാട് നന്ദി. അപ്പൊ നമ്മളെ പുനർജനി കൗൺസിലിംഗ് ട്രെയിനിങ്ങിന്റെ പാർട്ടിസിപ്പൻസ് ആയിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന ഓരോരുത്തർക്കും ഇന്നത്തെ നമ്മുടെ ഒരു സെഷനിലേക്ക് ഏറ്റവും ഹൃദ്യമായ ഭാഷയിൽ ഞാനൊരു സ്വാഗതം പറയുകയാണ്. ഇന്നൊരു സൺഡേ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കിട്ടുന്ന വീക്കെൻഡ് ആണ്. അപ്പൊ അതിൻ്റെതായ കാര്യങ്ങൾ, തിരക്ക്, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു കൗൺസിലിങ്ങിനോട് നിങ്ങളുടെ ഒരു പ്രതിബദ്ധത അല്ലെങ്കിൽ ഈ ഒരു മേഖലയോടുള്ള നിങ്ങളുടെ താല്പര്യമാണ് ഇന്ന് ഈ ഒരു കറക്റ്റ് സമയത്ത് നിങ്ങളെല്ലാവരും എത്തിയിരിക്കുന്നത്. ഇന്ന് ഏറ്റവും അധികം ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം, ഇപ്പം മോഡറേറ്ററും മറ്റുള്ള ആളുകളും പറഞ്ഞു, നിങ്ങൾക്ക് ഇതിൽ വരുന്ന സംശയങ്ങൾ ഞാൻ വളരെ ബ്രീഫ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് സ്ലൈഡിൽ ഇട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം ഓരോ ടോപ്പിക്കും. അപ്പൊ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്കത് നമുക്ക് ലാസ്റ്റ് ഒരു ഡൗട്ട് ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടൊരു സമയം അലോട്ട് ചെയ്തിട്ടുണ്ട്, അതിൽ നമുക്ക് ചെയ്യാം. അതുപോലെ ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഇപ്പോൾ മറ്റ് റെസ്പോണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടാം. അപ്പൊ നമ്മുടെ മോഡറേറ്ററോ മറ്റ് ആളുകളൊക്കെ അത് നോട്ട് ചെയ്ത് വെക്കും. നമുക്ക് ലാസ്റ്റിലേക്ക് അതെല്ലാം ഒരു ക്ലാരിറ്റിയിലേക്ക് പോകാൻ പറ്റും. ഓക്കെ,
അപ്പൊ ഞാൻ എല്ലാവരുടെയും പെർമിഷനോട് കൂടി മോഡറേറ്ററെയും നിങ്ങൾ ഓരോ പാർട്ടിസിപ്പൻസിന്റെയും പെർമിഷനോട് കൂടി ഞാൻ എൻ്റെ സെഷൻ ആരംഭിക്കുകയാണ്. ഓക്കെ, നമ്മൾ അഡിക്ഷൻ, ആദ്യം നമുക്കൊരു ചെറിയൊരു കഥയിലേക്ക് പോകാം. നമ്മള് ഒരു മൂന്ന് സുഹൃത്തുക്കള് അവരൊരു എക്സിബിഷൻ കാണാൻ പോയി. നിങ്ങൾ കഥ ഓർത്തിരിക്കണം. കഥ നമ്മൾ ഏറ്റവും ലാസ്റ്റ് സ്ലൈഡ് പറഞ്ഞു നിർത്തുമ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്ന ഒരു സെഷന്റെ എന്താണ് അതിന്റെ ഒരു പ്രാധാന്യം, അല്ലെങ്കിൽ അതിന്റെ എത്രത്തിലാണ് നമ്മുടെ സമൂഹത്തിനെ ബാധിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഒരു മൂന്ന് സുഹൃത്തുക്കൾ ഒരു എക്സിബിഷൻ കാണാൻ പോയി. അപ്പോൾ എല്ലാ എക്സിബിഷനും ഉള്ളതുപോലെ ഒരു ആകാശ ഊഞ്ഞാല്. അപ്പൊ ആ ആകാശ ഊഞ്ഞാൽ ഉണ്ടായി. നമുക്ക് എല്ലാവർക്കും നമ്മളൊരു കുട്ടികളാണ്, അല്ലെങ്കിൽ നമ്മളൊരു കൗമാര കാലഘട്ടമാണെങ്കിൽ നമുക്കൊക്കെ താല്പര്യമുള്ള ഒരു സംഗതിയാണ് ആകാശ ഊഞ്ഞാൽ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അതിൽ കയറണം, അല്ലെങ്കിൽ അതിന്റെ മുമ്പിലൊന്ന് അന്താളിച്ച് നിന്നിട്ടുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോ ഒരു മൂന്ന് സുഹൃത്തുക്കൾ ആകാശ ഊഞ്ഞാല് അല്ലെങ്കിൽ ഒരു എക്സിബിഷന് പോയി. അവർ ആകാശ ഊഞ്ഞാല് കയറി. അപ്പോ ഓരോരുത്തരും ഓരോരോ സീറ്റിലാണ് അവരുടെ സ്ഥാനങ്ങൾ ഉറപ്പിച്ചിരുന്നത്. പക്ഷെ ആകാശ ഊഞ്ഞാല് മെല്ലെ അതിന്റെ കറങ്ങി തുടങ്ങി. അപ്പോ മെല്ലെ അതിന്റെ ഒരു മൂവ്മെന്റിനനുസരിച്ച് എന്താണ് നമ്മളിലേക്ക് ആകാംക്ഷ വരും. അപ്പൊ ആദ്യം മെല്ലെ മെല്ലെ ഉള്ള ഒരു പോക്കാവുമ്പോൾ നമുക്ക് ആകാംക്ഷ കൂടും. ഇത് സ്പീഡിലായാൽ എന്താവും എന്നുള്ള ഒരു ആകാംക്ഷയാണ്, അല്ലെ ത്വര, നമുക്ക് അറിയണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് വരും. അല്പം കഴിഞ്ഞു അതിന്റെ സ്പീഡ് ഓരോ പടിപടിയായിട്ട് വർദ്ധിച്ചു വരുന്നത് കണ്ടു. ഇതില് ഒരു ആള് മാത്രം, മൂന്ന് സുഹൃത്തുക്കളിൽ ഒരാൾക്ക് ഇതിന്റെ സ്പീഡ് കൂടുന്നതനുസരിച്ച് അവര് മെല്ലെ 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 ഒരു ഭയം, അല്ലെങ്കിൽ ആ ഒരു ആകാംക്ഷ എന്നുള്ള ഒരു ഫീലിംഗ്, അല്ലെ ആ ഒരു ഇമോഷൻ മാറി വരുന്നതായിട്ട് അനുഭവപ്പെട്ടു. അയാൾക്ക് അല്പം കൂടി സ്പീഡ് കൂടി ഇതിന്റെ ഒരു മൂവ്മെന്റ് കുറച്ചും കൂടി വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ ഉള്ളിൽ ഭയം ജനിച്ചു. ഇതെങ്ങനെയെങ്കിലും ഒന്ന് നിന്ന് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ഇത് ആദ്യം ആസ്വദിച്ചു, അതിന്റെ മൂവ്മെന്റുകളെല്ലാം അദ്ദേഹം ആസ്വദിച്ചു. പക്ഷെ മെല്ലെ 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 പിന്നെ അദ്ദേഹം അത് ആലോചിച്ചത് എങ്ങനെയെങ്കിലും നിന്നാൽ മതി. അയാൾ വൊമിറ്റ് ചെയ്യുവോ അല്ലെങ്കിൽ ഇത് ഛർദ്ദിക്കുമോ എന്നുള്ളൊരു ടെൻഡൻസി വന്നു തുടങ്ങി. അയാൾ അതെല്ലാം കൺട്രോൾ ചെയ്തിരുന്നു. അപ്പൊ അയാൾ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ വന്ന ബാക്കി രണ്ട് സുഹൃത്തുക്കളും അവര് കൂവുന്നുണ്ട്, ആകാശ ഊഞ്ഞാലിന്റെ മുകളിൽ നിന്ന് കൈ എല്ലാവരും വീശി കാണിക്കുന്നുണ്ട്, താഴെയുള്ള ആളുകളെ കാണുന്നുണ്ട്. അപ്പൊ അവര് വളരെ ഏറ്റവും എൻജോയ് ചെയ്യുന്ന നിമിഷമായിരുന്നു ആകാശ ഊഞ്ഞാല് ആ ബാക്കി രണ്ട് സുഹൃത്തുക്കൾക്കും. എന്നാൽ ഈ നമ്മൾ പരാമർശിച്ചുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തിക്ക് അദ്ദേഹത്തിന് കയറിയപ്പോൾ ഉണ്ടായിരുന്നതോ അല്ലെ കയറാൻ പോകുമ്പോഴുണ്ടായിരുന്ന ആകാംക്ഷയും ആ ഒരു ആഹ്ലാദവും ആ ആകാശ ഊഞ്ഞാലിന്റെ അവസാനത്തെ കറക്കവും കറങ്ങി അത് മെല്ലെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൽ അതൊരു പേടി ജനിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും തിക്താനുഭവം, ഇനി ഒരിക്കലും ഇതിൽ കയറില്ല എന്നുള്ള തരത്തിലേക്ക് ഒരു അനുഭവത്തിലേക്കാണ് പോയത്. അപ്പൊ ഇതൊരു സ്റ്റോറിയാണ്. ഇത് നമ്മളവിടെ മെല്ലെ സൈഡാക്കി വെക്കുക. അപ്പം ഇത് നമ്മുടെ ഫസ്റ്റ് എന്താണ് അഡിക്ഷൻ. അഡിക്ഷനെ ഒരു നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് ഉപയോഗിക്കാം കേട്ടോ. അപ്പോ അഡിക്ഷൻ ഒരു രോഗമാണ് എന്ന് വിശ്വസിക്കുന്ന നമ്മുടെ ഇവിടെ ഈ ഗ്രൂപ്പിലുള്ള ആളുകൾ എല്ലാം യെസ് എന്ന് ടൈപ്പ് ചെയ്യുക. അല്ല, അഡിക്ഷൻ ഒരു രോഗമല്ല, അതൊരാളുടെ ഒരു സ്വഭാവത്തിലുള്ള വ്യത്യാസം മാത്രമാണെന്നുള്ളവർക്ക് നോ എന്നും ടൈപ്പ് ചെയ്ത് ചാറ്റ് ബോക്സ്. അപ്പൊ നമുക്കത് കൗണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, ആളുകള് യെസ്, ഒരു നോ വന്നു. നോ നോ. ഓക്കെ ഓക്കെ, നമുക്ക് എങ്കിൽ പോയാലോ. അഡിക്ഷൻ എന്ന് പറയുന്നത് അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു രോഗമാണ്, അല്ലെങ്കിൽ ഒരു ഡിസീസ് കണ്ടീഷനാണ്. നമുക്കറിയാം, ഇതിൻ്റെ അകത്ത് ക്ലിനിക്കലി പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾ അഡിക്ഷനുമായി ബന്ധപ്പെട്ട മേഖലയിൽ നിൽക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ഇത്തിരി മേഖലയായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകൾക്ക് അറിയാം, നമ്മൾ രോഗാവസ്ഥകളെ നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചില ക്ലിനിക്കലി പ്രാക്ടീസ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഗൈഡ് ലൈൻ പ്രകാരം തന്നെ പറയുന്നുണ്ട് അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു രോഗാവസ്ഥയാണ്. അപ്പം ആ രോഗാവസ്ഥ എന്തുകൊണ്ട് അത് രോഗാവസ്ഥയായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ സ്ലൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു സബ്സ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് തരത്തിലുള്ള ലഹരിയാകാം. അതിന് ആൽക്കഹോൾ എന്നുള്ള നിർവചനമോ അല്ലെങ്കിൽ കഞ്ചാവ് എന്നുള്ള നിർവചനമോ MDMA എന്നുള്ളതോ അങ്ങനെ യാതൊരു വിധത്തിലുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ലഹരിന് മാത്രമല്ല, എല്ലാ തരത്തിലുള്ള സബ്സ്റ്റൻസിനേക്കും ഈ പറഞ്ഞ തരത്തിലുള്ള ഇതിനെ കാറ്റഗറൈസ് ചെയ്ത് നമുക്ക് സബ്സ്റ്റൻസ് എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു ബിഹേവിയർ ആകാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു പെരുമാറ്റം, അത് നമ്മൾ ഒരു വീഡിയോ ഗെയിമിനെ കുറിച്ചാവാം, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഓൺലൈൻ ബെറ്റിംഗ് ആപ്പുകൾ ഇപ്പം നിലവിൽ ഒരുപാട് വരുന്നുണ്ട്, അത് തരത്തിലുള്ള എന്തെങ്കിലും ആകാം. ഇത്തരത്തിലുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ നമുക്കൊരു സബ്സ്റ്റൻസ് അല്ലെ ഒരു ബിഹേവിയർ, അതിന്റെ ഉപയോഗത്തെ അല്ലെ അതിനോടുള്ള നമ്മുടെ മമതയെ അല്ലെ ആ പ്രവണതയെ അല്ലെ ആ ഡിസയറിനെ, ഒരു അനിയന്ത്രിതമായിട്ടുള്ള ഡിസയർ വരികയും അത് നമ്മുടെ ഫിസിയോളജിക്കൽ അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ലെവലിൽ നമ്മളെ വിപരീത ഫലത്തിൽ നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് അല്ലെ മാനസിക നിലയിലെ ബാധിക്കുന്ന തരത്തിലേക്ക് വരുന്നു. അതുകൊണ്ട് തന്നെ
ഇത്തരത്തിലുള്ളൊരു കണ്ടീഷനെ, അതിനെ അഡിക്ഷൻ എന്ന് പറയുന്നതിനെ ഒരു രോഗാവസ്ഥയെന്ന് നമുക്ക് നിർവചിക്കാൻ പറ്റും. അത് നമുക്ക് WHO ഗൈഡ് ലൈൻ വഴി നോക്കിയാലും, അല്ലെങ്കിൽ നമ്മൾ സൈക്കാട്രിക് ലെവലിൽ നോക്കുമ്പോൾ ICD അല്ലെ DSM എന്ന് പറയുന്ന ഈ ക്ലാസിഫിക്കേഷനുകളിൽ പോലും അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു ഡിഫൈൻഡ് ഡിസീസ് കണ്ടീഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു രോഗാവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെയൊക്കെ നിർവചിക്കാം? തൊട്ടടുത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു രോഗാവസ്ഥയെ നമുക്ക് എങ്ങനെയൊക്കെ നിർവചിക്കാം എന്നുള്ളതാണ്. ഒരു 4 പോയിന്റുകൾ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രൈമറി ഡിസീസ് കണ്ടീഷൻ, സോറി ബാക്കിലേക്ക് പോകാം സ്ലൈഡ്. നമുക്കൊരു പ്രൈമറി ഡിസീസ് കണ്ടീഷൻ എന്ന് പറയുന്നു. എന്താണ് പ്രാഥമികമായിട്ടൊരു ഡിസീസ് കണ്ടീഷൻ എന്ന് പറയണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ക്രൈറ്റീരിയ വേണം? നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്തതുപോലെ ഫിസിക്കലി മെന്റലി ഇത് നമ്മളെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഫിസിക്കലി എങ്ങനെയൊക്കെ ആയിരിക്കാം നമുക്ക് അഡിക്ഷൻ, അല്ലെങ്കിൽ ഈ അഡിക്ഷൻ നമ്മളെ ബാധിക്കുന്നത്? നമ്മുടെയൊക്കെ സുഹൃത്തുക്കളിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങളിൽ ഉണ്ടാകാം, അല്ലെങ്കിൽ നമ്മൾ പരിചയമുള്ള ആളുകളിൽ തന്നെ തുടർച്ചയായിട്ടുള്ള ലഹരിയുടെ ഉപയോഗം അല്ലെങ്കിൽ അഡിക്ഷനുള്ള ആളുകളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ചില ഫിസിക്കൽ കണ്ടീഷൻസിനെ കുറിച്ച് ഞാൻ പറയാം. തുടർച്ചയായിട്ട് വരുന്ന മെമ്മറി ലോസുകളെ കുറിച്ച് ആളുകൾ പറയാറുണ്ട്. വിഷൻ പ്രോബ്ലം ഉണ്ട്, ലിവർ ഡിസീസ് ഉണ്ട്, ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളുണ്ട്, പെപ്റ്റിക് അൾസർ പോലത്തെയുള്ള ഫിസിയോളജിക്കൽ കണ്ടീഷൻസ് ഇത്തരത്തിലുള്ള അഡിക്ഷനുള്ള ആളുകളിൽ കാണാറുണ്ട്. ഏറ്റവും പെരിഫറൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിലുള്ള കണ്ടീഷൻസ് മാത്രമാണ് ഇപ്പൊ പറഞ്ഞത്. അതേപോലെ ഇത് എന്താണ് മാനസികമായിട്ടും നമ്മളെ ബാധിക്കാം. അപ്പം പ്രാഥമികമായിട്ട് നമ്മുടെ ശാരീരിക അവസ്ഥയും മാനസികാവസ്ഥയും ഒരുപോലെ ബാധിക്കുന്നതുകൊണ്ട് തന്നെ ഇതൊരു പ്രൈമറി ലെവലിൽ തന്നെ പ്രാഥമികമായിട്ട് ഇതിന്റെ അസുഖം എന്ന് പറയാം. അതേപോലെ നെക്സ്റ്റ് പോയിന്റ് എന്താണ്? പെർമനന്റ് ഡിസീസ് കണ്ടീഷൻ. പെർമനന്റ് ഡിസീസ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിരകാലം ഒരു വ്യക്തി ഒരു അഡിക്ഷൻ അല്ലെങ്കിൽ ഒരു ലഹരിയോട് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ഒരു പെരുമാറ്റത്തോട് ആസക്തി വരികയാണ് എന്നുണ്ടെങ്കിൽ അത് ചിരകാലം അയാളിൽ നിലനിൽക്കും. അതിനെയാണ് പെർമനന്റ് ഡിസീസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. മൈക്കൊന്ന് മ്യൂട്ട് ചെയ്ത. ഓക്കെ, നമ്മൾ പെർമനന്റ് ഡിസീസ് കണ്ടീഷൻ എന്ന് പറഞ്ഞു. പെർമനന്റ് ആയിട്ടുള്ള ഒരു ചിരകാലം നമ്മളിൽ നിൽക്കും. അപ്പൊ അതേപോലെ തന്നെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോഗ്രസീവ് ഡിസീസ് കണ്ടീഷൻ. പ്രോഗ്രസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പടിപടിയായിട്ട് അതിൽ മാറ്റങ്ങൾ വരാം, അല്ലെങ്കിൽ അതിന്റെ തീവ്രത കൂടി വരാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അഡിക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലഹരിയോട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബിഹേവിയർ അഡിക്ഷൻ ഉള്ള ഒരു വ്യക്തിയുടെ പാറ്റേൺ നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ എപ്പോഴും ഈ ഒരു ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങളുടെ പരിചയത്തിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിലുള്ള ഒരു അഡിക്ഷനുള്ള വ്യക്തിയെ നിങ്ങൾ എപ്പോഴും മനസ്സിൽ കാണുക. അദ്ദേഹത്തിന്റെ ഈ പ്രോഗ്രസീവ് എന്ന് പറയുന്നതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. നിങ്ങൾക്ക് പരിചയമുള്ള ആ അഡിക്ഷനുള്ള വ്യക്തി ഒരിക്കലും ഇപ്പോൾ പെരുമാറുന്ന പോലെ ആയിരുന്നില്ല അദ്ദേഹം മുമ്പ് നിങ്ങളോട് പെരുമാറിയിരുന്നത്, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോട് പെരുമാറിയിരുന്നത്, ഈ സമൂഹത്തോട് പെരുമാറിയിരുന്നത്. അദ്ദേഹത്തിന്റെ സ്കൂൾ പെർഫോമൻസ് ആകാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള റോൾ ആയിരിക്കാം, അല്ലെങ്കിൽ സൊസൈറ്റിയോടുള്ള പ്രൊഡക്ടിവിറ്റി ആയിരിക്കാം. അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട് നിലനിന്നിരുന്ന ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു കാലഘട്ടം അദ്ദേഹത്തിന് ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു. മെല്ലെ മെല്ലെ അദ്ദേഹം സുഹൃത്ത് വലയങ്ങളിൽ നിന്ന് മാറുന്നത് കാണാം. അദ്ദേഹത്തിന്റെ നിത്യവൃത്തിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്കൂൾ പെർഫോമൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തൊഴിലിടത്തിലുള്ള അദ്ദേഹത്തിന്റെ പെർഫോമൻസുകളിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളെ കുറിച്ച് നമുക്ക് കാണാം. അതേപോലെ മെല്ലെ മെല്ലെ അദ്ദേഹത്തിന്റെ പ്രായം നമുക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് തോന്നാം. അദ്ദേഹത്തിന്റെ ഒരു ഗ്രൂമിങ് ഇത് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. മെല്ലെ അദ്ദേഹത്തിന്റെ മെമ്മറി പ്രശ്നം വരുന്നു. പിന്നീട് അത് രൂക്ഷമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു 3-4 പേര് മാത്രം അറിയുന്ന ഒരു ലഹരി അല്ലെങ്കിൽ ഒരു അഡിക്ഷൻ എന്ന് പറയുന്നത് അവരുടെ വീട്ടുകാർ അറിഞ്ഞു തുടങ്ങി, അവരുടെ സുഹൃത്ത് വലയങ്ങൾ അറിഞ്ഞു തുടങ്ങി, അവരുടെ സമൂഹം അറിഞ്ഞു തുടങ്ങി. മെല്ലെ മെല്ലെ അദ്ദേഹത്തെ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു ഒഴിവാക്കേണ്ട ആളെന്ന നിലയിലേക്ക് സമൂഹം ചിത്രീകരിക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിയിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ സോഷ്യലി, അതുപോലെ തന്നെ ഫിസിയോളജിക്കലി, മെന്റലി ഇതൊരു പ്രോഗ്രസീവ് ഡിസീസ് കണ്ടീഷനാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഓരോ സ്റ്റേജ് കഴിയും തോറും ആ അഡിക്ഷന്റെ തീവ്രത കൂടുന്നതനുസരിച്ച് അത് കൂടിക്കൊണ്ടേ ഇരിക്കും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇതെല്ലാം നമ്മൾ പറഞ്ഞു പെർമനന്റ് ആണ്, ഇതൊരു പ്രൈമറി ഡിസീസ് കണ്ടീഷൻ ആണ്, അതുപോലെ പ്രോഗ്രസീവ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ ഈ പറയുന്നതിന്റെ എല്ലാം ഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഉദ്ദേശശുദ്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഹൈലി ട്രീറ്റബിൾ ആയിട്ടുള്ള ഒരു ഡിസീസ് കണ്ടീഷനാണ്. നമുക്ക് ചികിത്സകളിൽ തന്നെ നമ്മൾ പലപ്പോഴും മെഡിക്കലി പറയാറുണ്ട് പെർമനന്റ് ആയിട്ട് ക്യൂറബിൾ ആകുന്ന കണ്ടീഷൻ, അതായത് പൂർണ്ണമായിട്ടും അതിൽ നിന്ന് നമുക്ക് മോചനം നേടി നമുക്ക് പുറത്തേക്ക് വരാൻ പറ്റുന്ന കണ്ടീഷൻ എന്ന് പറയാറുണ്ട്. അതേപോലെ നമുക്ക് ചികിത്സകൾ കൊണ്ട് മാനേജ് ചെയ്യാം, ഹൈലി മാനേജബിൾ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്, അല്ലെങ്കിൽ ട്രീറ്റബിൾ എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ട്. നമുക്ക് അവരുടെ സിംറ്റം മാനേജ്മെന്റ് മാത്രം നടക്കുന്ന ചില കണ്ടീഷൻ ഉണ്ട്. ഇപ്പം നമുക്ക് പല അസുഖങ്ങളിലും ആ അസുഖത്തിനുള്ള മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല ചെയ്യുന്നത് അവർ പ്രസന്റ്ലി കണ്ടുപിടിക്കുക, അല്ലെ അവർ പറയുന്ന ചീഫ് കംപ്ലൈൻസിനെ മാത്രം മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ
അഡിക്ഷൻ എന്ന് പറയുന്നതിനെ നമുക്ക് ഹൈലി ട്രീറ്റബിൾ ആണ്, ചികിത്സകൾ കൊണ്ട് നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കുന്ന ഒരു ഡിസീസ് കണ്ടീഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു സ്ലൈഡ് കൊണ്ട് ഉദ്ദേശിച്ചത് വെച്ചാൽ അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു വെൽ ഡിഫൈൻഡ് ഡിസീസ് കണ്ടീഷൻ ആണ്. ആർക്കും ഒരു കാരണവശാലും ഒരു തെറ്റിദ്ധാരണ വേണ്ട. ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ വീൽ പവർ കൊണ്ടുള്ള പ്രശ്നം, ഒരാൾക്ക് ചിലപ്പോൾ ഇമോഷണലി അയാൾ സ്ട്രോങ് അല്ലാത്തതുകൊണ്ട് അദ്ദേഹം മദ്യപാനി അല്ലെങ്കിൽ ലഹരിക്ക് ആസക്തിക്ക് അടിമപ്പെട്ടു എന്ന് വിചാരിക്കരുത്. അത് അവരുടെ വൾണറബിലിറ്റി ലീഡ് ചെയ്യുന്നത് ഈ ഒരു അഡിക്ഷന്റെ ഒരു സൈക്കോളജി അല്ലെങ്കിൽ ന്യൂറോ സൈക്കോളജിയിലേക്ക് നമുക്ക് പോകുമ്പോൾ അതെങ്ങനെയാണ് ഓരോ ആളുകളും പ്രവർത്തിക്കാൻ നമുക്ക് മനസ്സിലാകും. ഏറ്റവും അടിസ്ഥാനമായിട്ട് ഇതൊരു അസുഖാവസ്ഥയാണെന്നും ശാരീരികമായിട്ടും മാനസികമായിട്ടും നമ്മളെ ഇത് ബാധിക്കുമെന്നും ഇതിന്റെ ഒരു 4 ടൈപ്പ് ഓഫ് അതിന്റെ ഒരു ഡൊമൈൻസ്, പ്രൈമറി, പെർമനന്റ്, പ്രോഗ്രസീവ്, ട്രീറ്റബിൾ, ഇതും ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, ഇപ്പോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കുട്ടികളിലെ മദ്യപാനം അതുപോലെ മറ്റ് ലഹരി ഉപയോഗം അതിന്റെ പരിഹാര മാർഗങ്ങളുമാണ്. നമ്മുടെ ഒരു കുട്ടി അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരു മക്കള് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള അനിയന്മാര്, അനിയത്തിമാര്, ഇവര് ലഹരിക്ക് ഒരു അടിമപ്പെട്ട് തുടങ്ങിയോ, അല്ലെ ലഹരിയുമായിട്ട് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സമ്പർക്കത്തിലേക്കാണോ അവർ വരുന്നത് എന്ന് അറിയാനായിട്ട് നമുക്ക് ഏറ്റവും പ്രാഥമികമായിട്ട് ഇപ്പോ ഒരു അഡൽട്ടിനെ സംബന്ധിച്ച് അവരുടെ ലഹരി ഉപയോഗത്തെ അല്ലെ ലഹരിയോടുള്ള ആസക്തി നമുക്ക് തിരിച്ചറിയുന്നതിലുപരി കുറച്ചുകൂടെ സസൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചെങ്കിൽ മാത്രമേ കുട്ടികളിലെ ഈ ഒരു പെരുമാറ്റത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അത് ഒരിക്കലും ഒരു അഡൽട്ടായിട്ടുള്ള മദ്യപാനി അല്ലെ ലഹരി ഉപയോഗിക്കുന്ന ഒരാൾ കാണിക്കുന്ന പോലെയുള്ള ശാരീരിക മാനസിക ചേഷ്ടകളൊന്നും ഈ കുട്ടികളിൽ കാണണമെന്ന് നിർബന്ധമില്ല. അതായത് ഏറ്റവും പ്രധാനമായിട്ട് ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും, നമ്മുടെ ഫിസിക്കൽ ബിഹേവിയർ ആയിട്ടുള്ള ചില സൈൻസ് അവരെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ടാകും. ഈ കുട്ടികൾ ഇത്തരത്തിൽ ലഹരിയോട് ആസക്തി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അഡിക്ഷനിലേക്ക് പോകുന്ന കുട്ടികൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അതിൽ ഏറ്റവും പ്രകടമായ ഒരു മാറ്റം എന്ന് പറയുന്നത് ആ കുട്ടിയുടെ പിയർ ഗ്രൂപ്പ് നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് അല്ലെങ്കിൽ ആ ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നിലനിൽക്കുന്ന ആ ഒരു ഫ്രണ്ട്സ് സർക്കിളിൽ നിന്ന് വിട്ടിട്ട് പ്രായത്തിൽ മുതിർന്ന ആളുകളായിട്ടുള്ള സുഹൃത്ത് ബന്ധങ്ങള് അല്ലെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സിൽ നിന്ന്, വീടിന്റെ തൊട്ടടുത്ത് നിന്ന്, അല്ലെങ്കിൽ സ്വന്തം സ്കൂളിൽ നിന്ന്, അല്ലെങ്കിൽ ആ സ്കൂളിലെ ക്ലാസ്മേറ്റ്സ്, അല്ലെങ്കിൽ സ്കൂൾ ബസ്സിൽ പോകുന്ന, അല്ലെങ്കിൽ അവർ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നുള്ള ഫ്രണ്ട്സ് അല്ലാണ്ട് പ്രായത്തിൽ മുതിർന്നവരായിട്ടുള്ള സുഹൃത്ത് ബന്ധങ്ങള്, അല്ലാന്നുണ്ടെങ്കിൽ അപരിചിതരായിട്ടുള്ള ചില ആളുകളുള്ള സുഹൃത്ത് ബന്ധങ്ങള്. അതുപോലെ തന്നെ ചില പോയിന്റ്സ് അവിടെ പറയുന്നുണ്ട്. കുട്ടികളുടെ സംസാരം, വളരെ തെളിമയാർന്ന സംസാരം. നമുക്ക് ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഒക്കെ ശാരീരികവും മാനസികവുമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്ന ഒരു പീരീഡാണ് അഡോളസന്റ് പീരീഡ് എന്ന് പറയുന്നത്. ആൺകുട്ടികളുടെയൊക്കെ സൗണ്ട് നന്നായിട്ട് ഒരു കനകാംബീര്യം വരുന്ന ഒരു സൗണ്ടാണ്. പക്ഷെ ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗത്തിലേക്കാണെങ്കിൽ അഡിക്ഷന്റെ ഒരു ടെൻഡൻസിയാണ് നമ്മുടെ കുട്ടികൾ കാണിക്കുന്നതെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ പറയുമെങ്കിലും ആ ആൻസർ ഒന്നും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാത്ത തരത്തിലൊരു വളരെ പതുങ്ങിയ സൗണ്ടില് അല്ലെങ്കിൽ ആൻസറുകളിൽ ഒരു സത്യത്തിൽ തെളിമയില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നത് കാണാം. അതുപോലെ ഇംപെയർഡ് കോർഡിനേഷൻ എന്ന് പറയുന്നുണ്ട്. പലപ്പോഴും കുട്ടികള് ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ലഹരി ആസക്തിയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുട്ടികളില് അവർക്ക് എക്സാം ടൈമിൽ വളരെ നന്നായിട്ട് സ്കൂൾ പെർഫോമൻസ് അല്ലെങ്കിൽ എക്സാമിൽ പെർഫോം ചെയ്തിരുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ എഴുതുന്ന സമയത്ത് എഴുതുന്നതിൽ പ്രയാസം കണ്ടുവരുന്നു. അതായത് അവരുടെ ആ സ്പീഡ്, എഴുതുന്നതിലുള്ള തോത്, അതുപോലെ അക്ഷരങ്ങളുടെ ഒരു വടിവത്ത അക്ഷരങ്ങൾ എഴുതിയിരുന്ന നല്ല ഹാൻഡ് റൈറ്റിംഗ് കാണിച്ചിരുന്ന കുട്ടികൾ അതിൽ മെല്ലെ മെല്ലെ പുറകോട്ട് പോകുന്നതായിട്ട് കാണാം. അതേപോലെ തന്നെ അവർ ഉദ്ദേശിക്കുന്ന തരത്തിലേക്കുള്ള ഒരു മനസ്സ് എത്തുന്നിടത്ത് അവർക്ക് കൈകൊണ്ടോ അല്ലെങ്കിൽ പ്രവർത്തിച്ചെത്താൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വരുന്നത് വളരെ നമുക്ക് ഏറ്റവും പെരിഫറലായിട്ട് കാണാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. അതേപോലെ തന്നെ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അഡോൾസന്റ് പീരീഡ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ കുറച്ച് ഗ്രൂം ചെയ്ത് അല്ലെങ്കിൽ നല്ല വൃത്തിക്ക് വസ്ത്രം ധരിച്ച് അല്ലെങ്കിൽ അവരുടെ ഒരു കുറച്ച് ഓവർ കോൺഷ്യസ് ആയിരിക്കും അവരുടെ സൗന്ദര്യബോധത്തെ കുറിച്ച്. അപ്പൊ അത്തരമുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാവാം. ഇത്തരത്തിലുള്ള ഒരു കണ്ടീഷനിലേക്ക് പോവുകയാണെങ്കിൽ അവര് ആ ഒരു ഈ പറഞ്ഞതുപോലെ അവരുടെ സൗന്ദര്യ ചിന്തകൾക്കൊക്കെ ഉപരിയായിട്ട് അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് അവര് നിത്യേന ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുന്നതിൽ തന്നെ വളരെ പിന്നോക്കം പോകുന്ന ഒരു സാഹചര്യവും അത്തരം കാര്യങ്ങൾ കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ അവരുടെ സഹോദരങ്ങൾ അവർ ഇൻസിസ്റ്റ് ചെയ്ത് പറഞ്ഞെങ്കിൽ മാത്രം ബ്രഷ് ചെയ്യുന്ന അവസ്ഥയിലേക്ക്, ഇൻസിസ്റ്റ് ചെയ്ത് പറഞ്ഞെങ്കിൽ മാത്രം ഡ്രസ്സ് വാഷ് ചെയ്യുന്ന അവസ്ഥയിലേക്ക്, കുളിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നൊരു ടെൻഡൻസി കാണാം. അപ്പൊ ഇതെല്ലാം ഏറ്റവും നമുക്ക് പുറമേ കാണുന്ന ഒരു അവസ്ഥയാണ്. ഈ സമയങ്ങളിലൊക്കെ വളരെ നിതാന്ത ജാഗ്രതമായിട്ട് നമ്മുടെ കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങളെ നമുക്ക് ഏർലി ഐഡന്റിഫിക്കേഷൻ, അതായത് കുട്ടികളിലുള്ള അഡിക്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതേപോലെ തന്നെ കുട്ടികളിൽ കണ്ടുവരുന്ന എക്സ്ട്രീം മൂഡ് സ്വിങ്സ്,
ഇപ്പൊ നമുക്കറിയാം, ഞാനിപ്പോ ആദ്യം പറഞ്ഞു വെച്ചു, അഡോളസെന്റ് എന്ന് പറയുന്ന ഒരു പീരീഡ് തന്നെ, അല്ലെങ്കിൽ ആ ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഏറ്റവും വലിയ സവിശേഷതയായിട്ട് നമ്മൾ പറയുന്നത് അതിലുണ്ടാകുന്ന കുട്ടികളുടെ സ്വഭാവ രൂപീകരണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഈ പറഞ്ഞ ചില സവിശേഷ ഗുണങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവരുടെ മൂഡ്. എപ്പോഴും ഒരു അഡോളസെന്റ് പീരീഡിലുള്ള കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ അവര് എക്സ്ട്രീമായിട്ട് ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ സോഷ്യൽ വിഡ്രോവൽ കാണിച്ചു തുടങ്ങുക, മറ്റുള്ളവർ പെരുമാറുന്നത് അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ അല്ലെ ആളുകളുടെ ഇടയിൽ ഇറങ്ങി പെരുമാറുന്നതിലുള്ള തോത് കുറഞ്ഞു വരിക. അതേപോലെ തന്നെ അവർക്ക് ഇഷ്ടമുണ്ടായിരുന്ന ഭക്ഷണം അല്ലെ ഇഷ്ടത്തോടു കൂടി അവർ ചെയ്തിരുന്ന പല കാര്യങ്ങളും ഉപേക്ഷിക്കുന്നത്, അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്ന സമയം കുറഞ്ഞു വരുന്ന ഒരവസ്ഥ, ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അവര് വളരെ എക്സ്ട്രീം ലെവലിലേക്ക്, അതായത് സങ്കടം വന്നു കഴിഞ്ഞാൽ അമിതമായിട്ട് സങ്കടപ്പെടുന്നതും അതിന്റെ പേരിൽ കുടുംബാംഗങ്ങളുമായിട്ട് അല്ലെങ്കിൽ പേരൻസുമായിട്ട് വഴക്കിൽ ഇടുന്നതിലേക്ക് വരുന്ന സിറ്റുവേഷൻസിനെ കാണാറുണ്ട്. അതേപോലെ സാധനങ്ങൾ എറിഞ്ഞുടക്കുക, അല്ലെങ്കിൽ എക്സ്ട്രീം ലെവലിലേക്ക് ഈ പറഞ്ഞതുപോലെ അവർ വാഹനം ഓടിക്കുന്നത് വളരെ റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ ആയിട്ട്, വളരെ റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ടുള്ള വാഹനങ്ങൾ ഓടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞു വെച്ചതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ അവരുടെ സുഹൃത്ത് വലയത്തിലുണ്ടാകുന്ന വ്യത്യാസം. അവര് കാലങ്ങളായിട്ട് കൊണ്ടു നടക്കുന്ന സുഹൃത്തുക്കളോടുള്ള ആ ഒരു കമ്പവും താല്പര്യവും ഒക്കെ കമ്മിയായിട്ട് വന്നിട്ട് പുതിയ ചില സുഹൃത്ത് ബന്ധങ്ങൾ അതിലേക്ക്, അതുപോലെ തന്നെ ആ സുഹൃത്ത് ബന്ധങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് ഈ പറയുന്ന കൂടുതലും നൈറ്റ് ടൈം, അല്ലെങ്കിൽ ഒരു 8 മണിക്ക് ശേഷമുള്ള സമയത്തിലേക്ക് അവര് വീട്ടിൽ കയറുന്ന ഡിലേ ആയിട്ട് വരുന്നു. സ്കൂൾ വിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അല്പസമയം കൂടിയൊക്കെ ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങിയിരുന്ന ആളുകൾ 7 മണി എന്നുള്ളത് 7:30 ആകുന്നു, 8 ആകുന്നു, 9 ആകുന്നു. അത് ചോദ്യം ചെയ്യുമ്പോൾ അമ്മയോട് അച്ഛനോട് കയർത്ത് സംസാരിക്കുന്നു, സഹോദരങ്ങളോട് കയർത്ത് സംസാരിക്കുന്നു. ഇത് അമ്മയും അച്ഛനും അവരുടെ സുഹൃത്തുക്കളെ വിലക്കാൻ പോയിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വന്നത് വലിയ കലഹത്തിലേക്ക് പോകുന്നു. പലപ്പോഴും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് പറഞ്ഞിട്ടാണ് കൗൺസിലിംഗിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ട് കുട്ടികളെ ഇങ്ങനെയുള്ള സെന്ററുകളിലും മറ്റ് ക്ലിനിക്കൽ ഈ പറഞ്ഞ കൗൺസിലേഴ്സിന്റെ അടുത്ത് എത്തിക്കാറുള്ളത്. അതുപോലെ പൊടുന്നനെയുള്ള സ്കൂൾ പെർഫോമൻസിലെ പിന്നോക്കാവസ്ഥ, വളരെ നല്ല രീതിയിൽ മുന്നോട്ട് മികച്ച രീതിയിൽ ഒരു അക്കാദമിക് പെർഫോമൻസ് കാണിച്ചു വരുന്ന കുട്ടികളൊക്കെ ഇത്തരത്തിലുള്ള ഒരു ടെൻഡൻസിയിലാണ് അവർ നിൽക്കുന്നതെങ്കിൽ അവരുടെ സ്കൂൾ പെർഫോമൻസിൽ വളരെ പിന്നോക്കം പോകുന്നതാണ്. അപ്പൊ നമുക്ക് ഡേ സ്കോളേഴ്സ് ആണ്, വീട്ടിൽ നിന്ന് ഡെയിലി സ്കൂളിൽ വന്നു പോകുന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് പേരൻസിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അവർ എത്ര ടൈം അവർ പഠനത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്തിരുന്നു, നിലവിൽ എത്ര സമയം അവർ ചെലവഴിക്കുന്നുണ്ട്, എന്തൊക്കെ തരത്തിലുള്ള അല്ലെ അവരുടെ ഏതൊക്കെ വിഷയങ്ങളാണ് അവർ എക്സ്പെർട്ടൈസ് ചെയ്തിരുന്നത്, ഇപ്പൊ എന്തുകൊണ്ട് ആ വിഷയങ്ങളിൽ മാർക്ക് കുറയുന്നു, മറ്റെന്തെങ്കിലും എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ടോ, ഇത്തരം കാര്യങ്ങളിൽ പേരൻസ് ഒന്ന് ജാഗ്രത പുലർത്തി കഴിഞ്ഞാൽ ഈ ഒരു ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു പെരുമാറ്റത്തിലെ വ്യത്യാസങ്ങൾ സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് കുട്ടികളിലെ അഡിക്ഷന്റെ പ്രാരംഭ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ് സ്ലൈഡിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, നമ്മൾ അഡിക്ഷന്റെ ഒരു ലക്ഷണത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. കുട്ടികളുടെ അഡിക്ഷൻ അത് ഏറ്റവും ബേസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മുതിർന്നവരിലും കുട്ടികളിലും ഒക്കെ അഡിക്ഷന്റെ ഒരു തോത് അല്ലെങ്കിൽ അഡിക്ഷൻ ആണെന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവരുപയോഗിക്കുന്ന ലഹരി അല്ലെങ്കിൽ ഒരു പെരുമാറ്റം. ബിഹേവിയർ അഡിക്ഷനും വളരെ പ്രോമിനന്റ് ആയിട്ട് ഇന്നത്തെ കാലത്തുണ്ട്. അതുകൊണ്ടാണ് പെരുമാറ്റം ഞാൻ എടുത്തു പറഞ്ഞത്. നമുക്ക് ഇവിടെ നോക്കിയാൽ ഫിസിക്കൽ ഡിപ്പെൻഡൻസ്, അതുപോലെ തന്നെ ഒരു കമ്പൽസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് എടുക്കാനുള്ള അല്ലെങ്കിൽ ഒരു പ്രവൃത്തി, അത് അവരുടെ നെഗറ്റീവ് ആയിട്ടുള്ള കോൺസിക്വൻസസ് അല്ലെങ്കിൽ എന്താണ് അവരുടെ പഠനത്തിന് വിപരീതമായി വലിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ കുടുംബാന്തരീക്ഷത്തെ തകർക്കുന്നു, അവരുടെ സ്വഭാവത്തിലേക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ കൊണ്ടുവരുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും അവർക്ക് കമ്പൽസീവ് ആയിട്ട് അല്ലെങ്കിൽ അതിനെ എടുക്കാൻ ആ ഒരു കൺട്രോൾ കിട്ടാത്ത അവസ്ഥയിൽ ഈ പറഞ്ഞ ലഹരി അല്ലെങ്കിൽ ആ ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു പെരുമാറ്റം അഥവാ ബിഹേവിയർ, അത് ഒരു വീഡിയോ ഗെയിം ആവാം, അല്ലെങ്കിൽ ഗാംബ്ലിംഗ് ആവാം, ഏതെങ്കിലും തരത്തിൽ ലഹരി വസ്തു ആവാം, അതിലേക്ക് തുടർച്ചയായിട്ട് പോകുന്നതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ആ ഒരു കുട്ടി അഡിക്ഷൻ ആണ്, ആ കുട്ടിക്ക് അഡിക്ഷൻ ഉണ്ടെന്ന് പറയുന്നത്. അതിന്റെ ദൂഷ്യവശങ്ങൾ മനസ്സിലായിട്ടും അല്ലെങ്കിൽ നെഗറ്റീവ് ഇമ്പാക്റ്റിനെ മനസ്സിലായി ഇരുന്നിട്ടും ആ കുട്ടിക്ക് അതിന്മേൽ ഒരു നിയന്ത്രണം കിട്ടുന്നില്ല എന്ന് വരുന്ന സാഹചര്യത്തിലാണ് നമുക്ക് ഇത്തരത്തിലൊരു കുട്ടി അഡിക്ഷൻ ആണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നത്. അതുപോലെ തന്നെ കുട്ടികളിലെ അഡിക്ഷൻ നമ്മൾ എന്തുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാം അറിയാം. ഇപ്പൊ ആദ്യം പറഞ്ഞ ഒരു പോയിന്റിൽ തന്നെ ഒന്നുകൂടെ കണക്ട് ചെയ്യുകയാണ് പ്രോഗ്രസീവ് ഡിസീസ് എന്ന് പറഞ്ഞത്. ഒരു പ്രോഗ്രസീവ് ഡിസീസ് ആയതുകൊണ്ട് തന്നെ കുട്ടികളിൽ നിന്ന് തുടങ്ങുന്ന അല്ലെങ്കിൽ കൗമാര കാലഘട്ടത്തിൽ നിന്ന് തുടങ്ങുന്ന അഡിക്ഷൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു അഡൽട്ട്ഹുഡിലും തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഈ പറഞ്ഞ ലഹരി അല്ലെങ്കിൽ ആസക്തിയുടെ പ്രശ്നങ്ങൾ
നിലനിന്ന് തന്നെ പോകും. അത് കൂടാണ്ട് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളിലാണ്, നമുക്ക് കൗമാര കാലഘട്ടത്തിലാണ് നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ ഒരു വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണിത്. നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ടും അറിയാൻ പറ്റും, നമ്മുടെ സ്വഭാവ രൂപീകരണം അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി ഫോം ചെയ്തു വരുന്ന ഒരു സാഹചര്യമാണ് അഡോളസന്റ് പീരീഡ് എന്ന് പറയുന്നത്. ആ സാഹചര്യത്തില് കുട്ടികളുടെ തലച്ചോറിനെ അല്ലെ ബ്രെയിൻ ഡെവലപ്മെന്റിനെ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള തരത്തിലേക്ക് ബാധിക്കുന്ന ഒന്നാണ് ലഹരി അഡിക്ഷൻ എന്ന് പറയുന്നത്. അത് അവരുടെ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന, നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാം എന്തൊക്കെ തരത്തിലാണ് അത് ബാധിക്കുന്നതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഡെവലപ്മെന്റൽ പ്രോസസ്സില് ഡിസിഷൻ മേക്കിംഗ്, കാരണം അഡോളസന്റ് പീരീഡ് എന്ന് പറയുന്നതിനെ തന്നെ നമ്മളൊരു തീരുമാനം എടുക്കുക, അതായത് വീട്ടുകാരുടെ പറയുന്നതാണോ, പിയർ ഗ്രൂപ്പിൽ നിന്ന് പറയുന്നതാണോ, അത് ഞാൻ സ്വയം എടുക്കുന്ന ഒരു തീരുമാനമാണോ എനിക്ക് യുക്തമായിട്ടുള്ളത്, ഏതാണ് ഞാൻ ഓപ്റ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയെല്ലാം നമ്മളുടെ മുമ്പിൽ ആശയക്കുഴപ്പങ്ങളുടെ ഒരു കാലഘട്ടമാണ് ഈ പറയുന്ന കൗമാര കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഏറ്റവും കൂടുതൽ ഈ ലഹരി ഉപയോഗം കുട്ടികളിലെ അഫക്റ്റ് ചെയ്യുന്നത് അവരുടെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നതാണ്. അതേപോലെ തന്നെ കുട്ടികളിൽ ലഹരി ഉപയോഗം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു അഡിക്ഷൻ എന്ന് പറയുന്നതിലേക്ക് വന്നു കഴിഞ്ഞാൽ, അത് ബിഹേവിയർ അഡിക്ഷൻ ആണെങ്കിൽ പോലും, ഞാൻ അടിവരായിട്ട് പറയുകയാണ്, ഒരു ലഹരി ആകണം, ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് ആവണമെന്നില്ല, അതൊരു ബിഹേവിയർ അഡിക്ഷൻ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പെരുമാറ്റം, അതായത് ഒരു ഗാംബ്ലിങ്ങോ വീഡിയോ ഗെയിമോ മറ്റെന്തോ ആയിക്കോട്ടെ, അത്തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും കുട്ടികളിൽ പെട്ടെന്ന് തന്നെ റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ, അത് അഡോളസന്റ് പീരീഡിന്റെ ഒരു ഏറ്റവും വലിയൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമ്മൾ പറയാറുണ്ട്. നമുക്ക് ക്യൂരിയോസിറ്റിയോടൊപ്പം തന്നെ എല്ലാവർക്കും ക്യൂരിയോസിറ്റി ആ ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ആകാംക്ഷ മറ്റു കാര്യങ്ങളൊക്കെ വരാം. പക്ഷേ വളരെ റിസ്കി ആയിട്ടുള്ള ബിഹേവിയറിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പോകുന്ന ഒരു ടെൻഡൻസി കാണിച്ചു തുടങ്ങും. അത് ഏറ്റവും എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 വയസ്സ് താഴെയുള്ള കുട്ടികളുടെ ഡ്രൈവിങ്. അപ്പൊ ഒരു പരിധി വരെ നമ്മുടെ പേരൻസും അതിൽ പങ്കാളികളാണ്. നമുക്ക് നിയമം മൂലം കുട്ടികൾക്ക് 18 വയസ്സിന് ശേഷം മാത്രമാണ് ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ ഒരു വാഹനം കൈകാര്യം ചെയ്യാൻ അനുവാദമുള്ളൂ. പക്ഷെ നമ്മുടെ പല പേരൻസും ചെറിയ പ്രായത്തിലെ 10th ഇപ്പം ഇത്ര സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്ര പെർസെന്റേജ് ഉണ്ടെങ്കിൽ ഒരു ബൈക്ക് ഓഫർ ചെയ്യുന്ന ഒരു ടെൻഡൻസി കാണിക്കാറുണ്ട്. അല്ലെങ്കിൽ +2 ഇത്ര കവർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഒരു കാർ എടുത്തു കൊടുക്കുന്നത്, അത് സ്പോർട്സ് ബൈക്ക് ആകാം, സ്പോർട്സിന്റെ കാർ ആകാം, അല്ലെങ്കിൽ അതിൽ മോഡിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി പേരൻസ് തന്നെ ക്യാഷ് കൊടുക്കുന്നത്. അപ്പൊ ഈ ടെൻഡൻസികളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഇതേപോലെ ഒരു ലഹരി അല്ലെങ്കിൽ ഒരു അഡിക്ഷന്റെ പാറ്റേൺ കൂടെ വന്നു കഴിയുമ്പോൾ നമുക്കറിയാം ഒരുപാട് ജീവനുകളാണ്, അല്ലെങ്കിൽ ഈ കൗമാര കാലഘട്ടം അല്ലെങ്കിൽ ആ ഒരു പീരീഡിലുള്ള 18 താഴെയുള്ള കുട്ടികളുടെ ഒരുപാട് ജീവനുകൾ പൊലിയുന്നതിന് ഈ പറയുന്ന ഡ്രൈവിങ്ങിനും അതേപോലെ തന്നെ റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ. അവര് ഇപ്പൊ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചാടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ചാടിയാൽ എന്താണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യനിങ് ആണ് അവർ വരുന്നത്. ഒരിക്കലും അതിന്റെ കോൺസിക്വൻസിനെ കുറിച്ച് അല്ലെങ്കിൽ വരുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം എത്തിയിട്ടില്ല. എന്തുകൊണ്ട്? അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് അവിടെ പ്രോസസ്സിങ്ങിലാണ്, അത് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഭവിഷ്യത്തുകളെ ചിന്തിക്കാൻ സാഹചര്യം ഇല്ലാത്ത ഒരു ചുറ്റുപാടാണ് ഒരു അഡോൾസന്റ് അല്ലെങ്കിൽ ഒരു കൗമാര കാലഘട്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അഡിക്ഷനിലേക്ക് പോകുന്ന കുട്ടികൾ ഈ റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ എന്ന് പറയുന്നത് അവർ വളരെയധികം കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ അൺസേഫ് സെക്സ് പ്രാക്ടീസ്, അതും ഇതിന്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അഡോളസന്റ് ഇപ്പൊ നമ്മൾ ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് കൗൺസിലിംഗ് മറ്റു കാര്യങ്ങൾ ഇതിലേക്കൊക്കെ പോകുമ്പോഴാണെങ്കിൽ പോലും, അല്ലാണ്ട് നമ്മൾ മറ്റ് കുട്ടികളുടെ ഇടയിലുള്ള കൗൺസിലിങ്ങിലൊക്കെയാണ് നമുക്ക് ഒരുപാട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ആയിട്ട് ഷെയർ ചെയ്ത് കിട്ടാറുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു പോയിന്റ് ആണ് ലാസ്റ്റ് ഞാൻ ഒരു പോയിന്റ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കുട്ടികളിൽ നിന്ന് തുടങ്ങുന്ന അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരിക്കലും കൗമാര കാലഘട്ടം, പലപ്പോഴും പേരൻസ് പറയാറുണ്ട് അത് പ്രായത്തിന്റെ അല്ലെ കൗമാര കാലഘട്ടത്തിലെ അവൻ ചെറിയ കുട്ടിയല്ലേ, അല്ലെ അവൾ ചെറിയ കുട്ടിയല്ലേ, അത് ആ പ്രായമൊക്കെ മാറുമ്പോൾ മാറിക്കോളും എന്ന് പറയാറുണ്ട്. പക്ഷെ ഒരു കാരണവശാലും അഡിക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഒരു പെർമനന്റ് ഡിസീസ് ആണ്. അതുകൊണ്ട് തന്നെ അതുപോലെ ഒരു പ്രോഗ്രസീവ് ഡിസീസ് ആണ്. കൗമാര കാലഘട്ടത്തിൽ അല്ലെ ചൈൽഡ് ആയിരിക്കുമ്പോൾ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയുടെ 10 മടങ്ങായിരിക്കും സൈക്കോളജിക്കലി ഫിസിക്കലി അത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും കീഴ്പ്പെടുത്തിക്കൊണ്ട് അഡൽട്ട്ഹുഡിലേക്ക് എത്തുമ്പോൾ ചെയ്യുന്നത്. അതുപോലെ സാമ്പത്തികമായി ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന പീരീഡ് കൂടിയാണ് അഡൽട്ട്ഹുഡ് എന്ന് പറയുന്നത്. അത് ഒരു പടി കൂടി കടന്ന രീതിയിലുള്ള അഡിക്ഷനിലേക്ക് മാത്രമേ ഈ കൗമാര കാലഘട്ടത്തിൽ തുടങ്ങി വെക്കുന്ന അഡിക്ഷൻ എന്ന് പറയുന്നത് മുന്നോട്ട് പോവുകയുള്ളൂ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ എപ്പോൾ ചികിത്സ എടുക്കണം? ഇപ്പൊ നമ്മൾ ഡി അഡിക്ഷൻ അല്ലെങ്കിൽ അഡിക്ഷനുമായി ബന്ധപ്പെട്ട് അഡിക്ഷൻ എന്താണ് അല്ലെങ്കിൽ രോഗാവസ്ഥയാണ്, അതിന്റെ ചില ഫീച്ചേഴ്സ് പറഞ്ഞു. കുട്ടികളുടെ അഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ അവരുടെ തലച്ചോറിനെ ഇത് എത്രത്തോളം അവരുടെ വളർച്ചാ കാലഘട്ടത്തെ എത്രത്തോളം ഇത് ബാധിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. അടുത്തെന്ന് പറയുന്നത് നമ്മൾ എപ്പോഴാണ് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത്. അത് കുട്ടികളിലാവുമ്പോൾ എപ്പോൾ നമ്മൾ അറിയുന്നു, ഒരു ഫസ്റ്റ് യൂസ് നടന്നാൽ തന്നെ
ആ സമയത്ത് തന്നെ അവിടെ ഇടപെടാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതെന്നാണ് പറയുന്നത്. ഓക്കെ, കാരണം ഓരോ തവണത്തെ യൂസ് കഴിയുമ്പോഴും നമ്മുടെ തലച്ചോറ് അല്ലെങ്കിൽ നമ്മുടെ ശരീരം അല്ലെങ്കിൽ ആ വ്യക്തി അതിനോടുള്ള മമത അല്ലെങ്കിൽ ആ ഒരു ഡിസയർ കൂടിക്കൂടി വരുവാണ്. നെക്സ്റ്റ് ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഡിസയർ കൂടി വരികയാണ്. അതുകൊണ്ട് ഏറ്റവും ഉടനടി അതിൽ നിങ്ങൾ ഒരു ഫാർമക്കോളജി വെച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് വേണമെന്നില്ല. നിങ്ങൾക്ക് സൈക്കോ തെറാപ്പികൾ, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള തെറാപ്പികൾ, മറ്റു കാര്യങ്ങൾ എടുക്കാം, കൗൺസിലിംഗ് എടുക്കാം. ചില പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് വഴി നമുക്ക് കുട്ടികളെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്താൻ സാധിക്കും. പൊതുവിൽ പറയുകയാണെങ്കിൽ ചികിത്സ എടുക്കേണ്ട 2 ക്രൈറ്റീരിയ ആണ് നമ്മളിവിടെ പറയാൻ. ടോളറൻസ്, ബ്ലാക്ക് ഔട്ട്. അപ്പൊ എന്താണ് ടോളറൻസ്? നമ്മുടെ മലയാളത്തിലുള്ള അർത്ഥം തന്നെയാണ് താതാത്മ്യപ്പെടുക. നമ്മൾ ചിന്തിക്കുക, ഇപ്പൊ നിങ്ങളോട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ലഹരിക്ക് അടിമപ്പെട്ടു പോയിട്ടുള്ള ഒരു വ്യക്തിയെ കുറിച്ച് നിങ്ങൾ ഒന്ന് പെട്ടെന്ന് കണ്ണോടിച്ച് നോക്കുക. അദ്ദേഹത്തിന്റെ തുടക്ക കാലഘട്ടം. അദ്ദേഹം ചിലപ്പോൾ മദ്യപിച്ചിരിക്കുന്ന ഒരു ആളായിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇപ്പൊ കഞ്ചാവിന്റെ ഒരു എന്തെങ്കിലും പുകയെടുക്കുന്ന ഒരാളായിരിക്കാം, മറ്റെന്ത് തരത്തിലുള്ള ആയിക്കോട്ടെ, അത് കൈകാര്യം ചെയ്യുന്ന ലഹരി കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ തുടക്ക കാലഘട്ടത്തിൽ ഒരിക്കലും അദ്ദേഹം 1 ലിറ്റർ മദ്യം ആരും കുടിക്കില്ല, അല്ലെങ്കിൽ ഒരു ബിയറും പൂർണ്ണമായിട്ടും കുടിക്കാൻ വളരെ റയർ ആയിട്ടുള്ള ആളുകൾക്ക് സാധിക്കാറുള്ളൂ. പക്ഷെ ഏറ്റവും ആദ്യം കുടിക്കുമ്പോൾ അല്ലെ ആദ്യത്തെ ഉപയോഗത്തിലെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ പലർക്കും പലതരത്തിലാണ്. ചിലവർക്ക് അത് ഭയങ്കര ഒരു താതാത്മകത, നമ്മുടെ യൂഫോറിക് മൂഡ് എന്നൊക്കെ പറയുന്നത് കൊടുക്കാറുണ്ട്. ചില ആളുകൾക്ക് ഭയങ്കരമായിട്ട് രൂക്ഷമായിട്ടുള്ള സ്മെല്ല് പറ്റാണ്ട് വൊമിറ്റ് ചെയ്യുന്ന ടെൻഡൻസിയിലേക്ക് പോകാറുണ്ട്. ചില ആളുകൾക്ക് അതിൽ തന്നെ അവര് നെഗറ്റീവ് അടിച്ചത് പിന്നെ ഒരിക്കലും ഉപയോഗിക്കില്ല എന്ന സാഹചര്യത്തിലേക്ക് പോകാറുണ്ട്. ടോളറൻസ് എന്ന് പറയുന്നത് ആ വാക്കുകൊണ്ട് മീൻ ചെയ്യുന്നത് പോലെ തന്നെ കാലക്രമത്തിൽ അതിനോട് നമ്മൾ താതാത്മ്യപ്പെടുന്നു. ഒരു പെഗ് എടുത്തിരുന്ന ആള് അല്ലെ ഒക്കേഷണലി ഓണത്തിനോ ക്രിസ്മസിനോ നമ്മൾ 1-2 പെഗ് എടുത്തിരുന്ന ആള് ആഴ്ചയിൽ 1-2 പെഗ് എടുക്കുന്നു. അത് പിന്നെ ദിവസം തോറും 1-2 പെഗ് എടുക്കുന്നു. 1-2 പെഗിൽ അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള ഒരു ശാരീരിക മാനസികമായിട്ടുള്ള ആഹ്ലാദം കിട്ടേണ്ട അവസ്ഥയിലേക്ക് വരുന്നു. സ്ലൈഡ് കാണുന്നില്ലല്ലോ സർ. ഓക്കെ, മറ്റുള്ളവർക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ചാറ്റ് ബോക്സിൽ ഒന്ന് കാണുന്നുണ്ട്, കുഴപ്പമില്ല. കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ സാർ, സാറിന് നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആയിരിക്കും. ഒന്ന് റീജോയിൻ ചെയ്ത് നോക്കൂ. ഓക്കെ, നമുക്ക് ഈ പോയിന്റിലേക്ക് വരാം. നമുക്ക് ടോളറൻസ്. അപ്പോൾ കാലക്രമത്തിൽ അവർക്ക് 1-2 പെഗില് ആ ഒരു പ്രാതാത്മകത അല്ലെ അവരനുഭവിച്ചുകൊണ്ടിരുന്ന ആ ഒരു പ്ലഷറിലേക്ക് പോകാതെ വരുന്ന അവസ്ഥയിലേക്ക് വരുന്നു. അവര് ക്രമേണ ഇതിന്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അതിനോട് ഞാൻ പറഞ്ഞല്ലോ, സോറി അതിനകത്തൊന്ന് ശരണ്യ ഒന്ന് അൺഷെയർ ചെയ്തിട്ടൊന്ന് റിപ്പീറ്റ് ചെയ്യാം, ഒന്ന് വീണ്ടും ഷെയർ ചെയ്യാം. കുറച്ച് പേർക്ക് അത് കാണുന്നില്ല, കൂടുതലും ആളുകൾ കാണുന്നില്ല. ഇപ്പോൾ കാണുന്നില്ല. റീഷെയർ ചെയ്ത് നന്നായിരിക്കും തോന്നുന്നു കേട്ടോ. ശരണ്യ മാഡം. ശരണ്യ, ഇപ്പൊ കണക്ട് ചെയ്യുവേ.
സ്ക്രീൻ വന്നു. ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും സോറി, ജസ്റ്റ് നമുക്കൊരു ടെക്നിക്കൽ എറർ ആണത്. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ പറഞ്ഞിരുന്ന ക്രൈറ്റീരിയ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ടോളറൻസ് അല്ലെ താതാത്മ്യപ്പെടുക എന്ന് പറയുന്ന ആ ഒരു പോയിന്റിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം. അപ്പൊ ഒരു വ്യക്തി പടിപടിയായിട്ട് അവരുടെ ആ ഒരു ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലഹരിയുടെ ക്വാണ്ടിറ്റി കൂട്ടി വരിക, അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്ന സമയം കൂട്ടി വരിക, ഇങ്ങനെ ഒരു ടെൻഡൻസിയിലേക്ക് അവർ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതെ ഒരു പരിധിവരെ അഡിക്ഷൻ ആണെന്ന് പറയാം. അതിനോടൊപ്പം നമുക്ക് ലഹരി വസ്തുക്കൾ, അതായത് സബ്സ്റ്റൻസ് ആണ് അവർ ഉപയോഗിക്കുന്നതെങ്കിൽ അടുത്ത വരുന്ന ഒരു കണ്ടീഷനാണ് ബ്ലാക്ക് ഔട്ട്. അത് കൂടുതലും നമ്മൾ കണ്ടുവരുന്നത് ആൽക്കഹോൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് ബ്ലാക്ക് ഔട്ട് എന്ന് പറയുന്നത്. ബ്ലാക്ക് ഔട്ട് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും മദ്യപിക്കുന്ന ഒരാളെ നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഒരു പിക്ചർ കൊണ്ടുവരിക. അദ്ദേഹം ചിലപ്പോൾ വളരെ മദ്യപിച്ച് മതോന്മത്തനായിട്ട് അദ്ദേഹം വീട്ടിൽ വന്നു കയറി ഭാര്യയെയും മക്കളെയും അല്ലെങ്കിൽ മാതാപിതാക്കളെ ആവാം, വഴി കാണുന്നവരെ ആകാം, അദ്ദേഹത്തെ കൊണ്ടുവിട്ട ഓട്ടോക്കാരനെ ആവാം, അവരൊക്കെ ചീത്ത വിളിക്കും, കണ്ണു പൊട്ടുന്ന ചീത്ത വിളിക്കും, സാധനങ്ങൾ എറിഞ്ഞുടയ്ക്കും, ആകെ അലമ്പാക്കും, വീട്ടിലുള്ള സാധനങ്ങളൊക്കെ നശിപ്പിച്ചിട്ടുണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അദ്ദേഹം ഒന്ന് ഉറങ്ങി എണീറ്റ് പിറ്റേന്ന് നമ്മൾ കാര്യഗൗരവത്തിൽ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഉഷാറായിട്ട് പുള്ളിയുടെ അടുത്ത് നിന്ന് സംസാരിക്കും. പുള്ളി പറയും, ഞാനിങ്ങനെ ചെയ്തിട്ടേ ഇല്ല, ഞാൻ കണ്ടിട്ടേ ഇല്ല, ഞാൻ ഓർക്കുന്നേ ഇല്ല. അപ്പൊ ഇത് എന്ന് പറയുന്നത് മെമ്മറി ലോസ് എന്നല്ല അതിനെ പറയുന്നത്, ബ്ലാക്ക് ഔട്ട്. ആ ഒരു സാഹചര്യത്തിൽ അവര് ഏറ്റവും കൂടുതൽ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലഹരി അല്ലെങ്കിൽ ആ മദ്യം അല്ലെങ്കിൽ ആ പറഞ്ഞ സബ്സ്റ്റൻസിന്റെ ക്വാണ്ടിറ്റി ഒരു ഹൈ ലെവലിലേക്ക് പോകുമ്പോൾ ഒരു ഷോർട്ട് ടൈം പീരീഡിലേക്ക് അവർക്ക് അനുഭവപ്പെടുന്ന അല്ലെ അവർ സംസാരിക്കുന്ന വാക്കുകൾ, ചെയ്യുന്ന പ്രവർത്തികൾ അവർക്ക് ആ ഒരു മെമ്മറി ഈ പറഞ്ഞതുപോലെ അവർക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ലാത്ത സാഹചര്യത്തിലേക്ക് വരുന്നുണ്ട്. ഈ രണ്ട് ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ നമുക്ക് ആൽക്കഹോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഡിപ്പെൻഡൻസ് ഉള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ അഡിക്ഷൻ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ കൃത്യമായിട്ടും ചികിത്സകളിലേക്ക് പോകേണ്ട സമയം അതിക്രമിച്ചു എന്ന് നമുക്ക് പറയാം. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള കണ്ടീഷൻ രണ്ടും പ്രകടമായി കാണിച്ചതിന് ശേഷവും ഇല്ല ഇത് ഞാൻ തന്നെ നിയന്ത്രിച്ചോളാം എന്ന് പറയുന്നത് അപക്വമായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും. അത് ഒരിക്കലും അദ്ദേഹത്തിന് ശാശ്വതമായിട്ടുള്ള ഒരു റിക്കവറി ഇതിൽ നിന്ന് കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ പൊടുന്നനെ പല ആളുകളും നമുക്ക് അറിയാം, ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ ഒരു ടെൻഡൻസി കണ്ടാൽ അറിയാം, പല ആളുകളും ഒരു ഷോർട്ട് ടൈം പീരീഡിലേക്കൊക്കെ നിർത്തി വെക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. ഇപ്പം ക്രിസ്ത്യൻ മതവിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ നമ്മൾ ക്രിസ്മസിന്റെ 50 നോമ്പ് 25 നോമ്പ് അല്ലെങ്കിൽ 50 നോമ്പ് എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പം മണ്ഡലകാലമൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ ശബരിമലയ്ക്ക് പോവുക, മാല ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പം 25 നോമ്പ് തുടങ്ങി കഴിഞ്ഞാൽ അവർ യാതൊരു കാരണവശാലും കുടിക്കുകയില്ല. അതിന് ആരുടെ ഉപദേശം വേണ്ട, ആരുടെ മരുന്ന് വേണ്ട, മന്ത്രം വേണ്ട, ഒരു പ്രശ്നമില്ല. എന്നാ പാതിര കുർബാന കഴിഞ്ഞ് വന്നാല് ആർക്കും അതിന്റെ സന്ദേശം കൊടുക്കാനോ അല്ലെ ക്രിസ്മസ് കേക്ക് കട്ട് ചെയ്യാനോ അവർ നിൽക്കുകയില്ല. അടുത്ത നിമിഷം അവര് കുപ്പി പൊട്ടിച്ചേ പറ്റൂ. അത് ശബരിമലയിൽ പോയി ദർശനമൊക്കെ കഴിഞ്ഞിറങ്ങി പമ്പേ വന്നാല് വീട്ടിൽ വന്ന് മാല ഉയരാനുള്ള ശ്രമം കൂടി ഉണ്ടാവില്ല. പമ്പേ വന്ന് എവിടുന്നേലും മാല ഉയരിയിട്ട് കിട്ടുന്ന ബെവറേജിൽ കയറിയിട്ട് ഒരു കുപ്പി എടുക്കും. അപ്പൊ ഇത് നമ്മളിങ്ങനെ പല വർഷങ്ങളായിട്ട് നമ്മൾ കുടുംബാംഗങ്ങളായിട്ടും മറ്റുള്ളവരെല്ലാം നമ്മളിങ്ങനെ ക്ഷമിച്ചും സഹിച്ചും ഓക്കെ ഇപ്പൊ ശരിയാകും, നാളെ ശരിയാകും എന്നുള്ള ടെൻഡൻസി കൊടുക്കും. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള ഒരു ടോളറൻസ് അല്ലെ ബ്ലാക്ക് ഔട്ട് എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് വരുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ നമ്മളവരെ ചികിത്സകളിലേക്ക് കൊണ്ടുപോകണം. കുട്ടികളുടെ കേസാണെങ്കിൽ ഞാൻ ആദ്യമേ എടുത്തു പറഞ്ഞിരുന്നു, ഫസ്റ്റ് യൂസ് അല്ലെങ്കിൽ അത് ഈ പറഞ്ഞതുമാതിരി ഒരു ടോളറൻസ് അവരിലേക്ക് വരുന്നുണ്ട്. അതായത് ഒരു എക്സ്പീരിയൻസ് ചെയ്തു, അടുത്ത എക്സ്പീരിയൻസ് അവരുടെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെയുള്ള ചില പെരുമാറ്റത്തിലുള്ള വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ഒരു ചികിത്സാ കേന്ദ്രത്തിലേക്ക് എത്തിക്കുക. പ്രൊഫഷണലി ഉള്ള ഹെൽപ്പ് അവർക്ക് കൊടുക്കുന്നതിലൂടെ അവരെ ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് അഡിക്റ്റ് ആയിട്ടുള്ള വ്യക്തിയായി കാണുന്നതിലുപരി അവരെ നമുക്ക് തിരിച്ച് അവരുടെ നോർമൽ ലൈഫിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും. അതുപോലെ പല ആളുകളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ അല്ലെ ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നതിലെ അല്ലെങ്കിൽ ആൽക്കഹോൾ അഡിക്ഷൻ എന്ന് പറയുന്നതിൽ ഒരു വിഡ്രോവലിനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ അടുത്തത് പറഞ്ഞിരിക്കുന്നത്. വിഡ്രോവൽ എന്ന് പറയുമ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വിഡ്രോവല് ബിഹേവിയർ അഡിക്ഷനിലും വരാം കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഒരു വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങളുടെ വീട്ടിലൊരു കുട്ടി തുടർച്ചയായിട്ട്, അതായത് അദ്ദേഹം 24 മണിക്കൂറിൽ ഒരു പകുതിയിലേറെ സമയം വീഡിയോ ഗെയിമിന് മുമ്പിൽ അല്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും ഓൺലൈൻ ഈ പറയുന്നത് പോലെ റമ്മി അതുപോലെ മറ്റു കാര്യങ്ങളിലേക്ക് സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിയുടെ അടുത്ത് നിങ്ങൾ ആ ഫോൺ പൊടുന്നനെ പിടിച്ച് മേടിച്ചാൽ അവരെന്തൊക്കെ പ്രകൃതം കാണിക്കും നിങ്ങളൊന്ന് ഓരോരുത്തരും ചിന്തിച്ചോളുക. ആ പ്രകൃതം എല്ലാം ഒരു ഷോർട്ട് ടൈമിലേക്ക് മാത്രമല്ല, നമ്മളൊരു ഒരാഴ്ചത്തേക്ക് ഫോൺ കൊടുക്കാതിരുന്നാൽ അവരെന്തൊക്കെ തരത്തിലുള്ള പുകയിലുണ്ടാക്കും വീട്ടിലെന്നുള്ളത് നിങ്ങൾ ആലോചിച്ചോളൂ. അതൊക്കെയാണ് അതിന്റെ വിഡ്രോവൽ സിംറ്റം എന്ന് പറയുന്നത്. ഇത് ആൽക്കഹോൾ വിഡ്രോവൽ എന്ന് പറയുന്നതിൻ്റെ അകത്ത് ആദ്യമായിട്ട് ഉറക്കത്തിലാണ് ബുദ്ധിമുട്ട് കണ്ടു തുടങ്ങുന്നത്. അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള സബ്സ്റ്റൻസ് ആയാലും എന്ത് തരത്തിലുള്ള ലഹരി വസ്തുക്കളായാലും
ഉറക്കത്തിൽ ഡിസ്റ്റർബൻസ് കണ്ടു തുടങ്ങും. കാരണം ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല ഉറക്കത്തിന് വേണ്ടി, ഉറങ്ങി തുടങ്ങിയല്ല. കാരണം ഇവർ കിടക്കുമ്പോൾ എല്ലാം ഇവർ ഫ്രീ ആയിട്ട് കിടക്കുന്ന സമയത്ത് ബോധ മനസ്സിൽ നിന്ന് ഉപബോധ മനസ്സിൽ നിന്ന് ഇവർക്ക് വരുന്ന തോട്ടം എന്ന് പറയുന്നത് ആ ലഹരി എടുക്കണം, അല്ലെ ആ ലഹരിയുടെ ഒരു പുക കിട്ടണം, അല്ലെങ്കിൽ ഒരു പെഗ് കിട്ടണം, അല്ലെങ്കിൽ അവർക്ക് അതൊന്ന് കിട്ടിയേ പറ്റൂ എന്നുള്ള ഒരു ചിന്ത കൊണ്ട് തന്നെ അവർക്ക് ഉറക്കത്തിനുള്ള ഇനിഷ്യേറ്റ് ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് പോകാറുണ്ട്. അതേപോലെ തന്നെ താല്പര്യമില്ലായ്മ, വളരെ ക്ഷീണിതനായിട്ട് കാണുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കും. അതേപോലെ നിങ്ങൾ സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ ഒക്കെ തന്നെ ബോഡി വെയിറ്റ് ലോസ് എപ്പോഴും കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് ഏറ്റവും കണക്റ്റഡ് എന്ന് പറയുന്നത് അവരുടെ ഫുഡ് ഇൻടേക്ക് എന്ന് പറയുന്നത് വളരെ ശുഷ്കമായിരിക്കും. ഒരു 3 ഇഡ്ഡലി 4 ഇഡ്ഡലി ഒക്കെ കഴിക്കുന്ന ആള് 1 ഇഡ്ഡലി കൊടുത്താൽ തന്നെ മണിക്കൂറുകൾ എടുത്ത് അത് പിച്ച് ചീന്തി ഇടുന്നേ ഉള്ളൂ, അവർ കഴിക്കാനുള്ള താല്പര്യം കാണിക്കില്ല. അതുപോലെ തന്നെ വോമിറ്റിംഗ് ടെൻഡൻസി എന്ന് പറയുന്നത് ഈ വിഡ്രോവലിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ പൊട്ടുന്നതിനെ ആ ഒരു ലഹരി ഉപയോഗം അവർ സ്റ്റോപ്പ് ചെയ്താൽ വിത്തൗട്ട് മരുന്നോ അല്ലെങ്കിൽ ഒരു ഫാർമക്കോളജിക്കൽ സപ്പോർട്ട് ഇല്ലാണ്ട് ഇത്തരത്തിലുള്ള ലഹരിയുടെ ഉപയോഗം നമ്മൾ നിർത്തിവെക്കുന്ന സാഹചര്യത്തിൽ വരുന്നതാണ് ഈ വിഡ്രോവൽ സിംറ്റംസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഷിവറിംഗ് ഉണ്ടാകുന്നത്, അത് മദ്യപിച്ച് എണീറ്റ് ചില ആളുകൾക്ക് ഇപ്പം തുടർച്ചയായിട്ട് മദ്യപിക്കുന്ന ആളുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ ഒരു കുറച്ച് പീരീഡ് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് കിട്ടിയില്ലെങ്കിൽ ഷിവറിംഗ് എന്ന് പറയുന്നത് ഭയങ്കര സിവിയർ ആയിരിക്കും. അപ്പൊ ആ വിറയിൽ മാറാനായിട്ട് അവർ ആദ്യത്തെ പെഗ് കഴിക്കും, അല്ലെ അടുത്ത ആ ഒരു ഉപയോഗിച്ച് ലഹരിയിലേക്ക് പോകുന്നത് കാണാറുണ്ട്. അതുപോലെ തലചുറ്റൽ എന്ന് പറയുന്നത് സീഷർ ഡിസോർഡർ, അതായത് അപസ്മാരം അല്ലെ ജന്നി എന്നൊക്കെ നമ്മൾ നാട്ടിൻപുറത്ത് പറയുന്നത് പോലെ പൊടുന്നനെ അവർ നിന്ന നിപ്പില് അങ്ങ് വെട്ടി വിറച്ച് വീഴുകയും വായിൽ നിന്ന് അല്പം നൊരയും പതയൊക്കെ വരുന്ന സാഹചര്യത്തിലേക്ക് പോകാറുണ്ട്. ഒരിക്കലും ഇത് നമ്മുടെ എപ്പിലെപ്സി ആയിട്ട് കണക്ട് ചെയ്യരുത്. ഇത് സീഷറിന്റെ എപ്പിസോഡ് മാത്രമാണ്. അത് വിഡ്രോവൽ സീഷർ ഒരിക്കലും റിക്കറന്റ് ആയിട്ട് പിന്നെ അവരുടെ ലൈഫ് ലോങ് വരണം എന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ വളരെ റയർ ആയിട്ടുള്ള ആളുകളിൽ മാത്രമേ അത് ഈ സീഷറിന്റെ എപ്പിസോഡ് പിന്നീടുണ്ടാവുള്ളൂ. ആ വിഡ്രോവൽ മാനേജ്മെന്റിന് ശേഷം അത് കംപ്ലീറ്റ് ആയിട്ട് ഭേദപ്പെട്ടു പോകുന്ന അവസ്ഥയാണ്. അതേപോലെ തന്നെ ജീവിതം മടുത്തു, എന്റെ ജീവിതം ഉപയോഗശൂന്യമാണ് അല്ലെങ്കിൽ വർത്തായിട്ടില്ല എന്നുള്ളൊരു ചിന്ത വരികയും സ്വയം ജീവിതം അവസാനിപ്പിക്കണം അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തോട്ടുകളും മറ്റു കാര്യങ്ങളും അവരുടെ കൂടപ്പുറപ്പായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുന്ന സാഹചര്യം വരുന്നത് ഈ വിഡ്രോവലിന്റെ ഒരു സിംറ്റംസ് ആണ്. ഇതെല്ലാം നമ്മൾ ഉപയോഗിച്ചിരുന്ന കാലത്തെ സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇതെന്ന് പറയുന്നത് പൊടുന്നനെ ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ നിർത്തിവെക്കുമ്പോൾ അല്ലാതെ കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങളും ശാരീരികവും മാനസികവുമായിട്ടുള്ള മാറ്റങ്ങളാണ് ഇത് പറയുന്നത്. അപ്പോൾ ഈ മാറ്റങ്ങളെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും ഡി അഡിക്ഷൻ ചികിത്സയിൽ ആദ്യ സ്റ്റേജിൽ നടക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് വരുന്ന സ്ലൈഡുകളിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാം ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട്. നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് പലതരത്തിലുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ ഡി അഡിക്ഷനുമായി ബന്ധപ്പെട്ടുണ്ട്. അത് ചെറിയ കുട്ടികളിലായാലും അഡൽട്ടിലായാലും നമുക്ക് വിവിധങ്ങളായിട്ടുള്ള ഡി അഡിക്ഷൻ മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഒരു മെഡിസിൻസ് വെച്ചുകൊണ്ട് അല്ലെ മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് ഫാർമക്കോളജി സൈഡിനെ സ്ട്രെസ് ചെയ്തുകൊണ്ടുള്ള ചികിത്സാ പദ്ധതികൾ നടക്കുന്നുണ്ട്. അത് കിടത്തി ചികിത്സയുണ്ട്, OP ലെവലിൽ അല്ലെ വന്നു പോയിട്ട് മരുന്നെടുത്ത് പോകുന്ന ചികിത്സാ സമ്പ്രദായങ്ങളുണ്ട്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബിഹേവിയർ തെറാപ്പികൾ അല്ലെങ്കിൽ സൈക്കോ തെറാപ്പികൾ വഴി ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങളെ അല്ലെ അഡിക്ഷനെ നിയന്ത്രിച്ച് നിർത്താനുള്ള സാധ്യതകൾ തേടുന്നത് അല്ലെങ്കിൽ അത്തരം മാർഗങ്ങളും ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ അവൈലബിൾ ആണ്. ചികിത്സാ പദ്ധതികൾ എന്ന് പറയുന്നത് ഞാനിവിടെ ചില ചികിത്സാ പദ്ധതികളുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്. ഇൻപേഷ്യൻ ട്രീറ്റ്മെന്റ്, കിടത്തി ചികിത്സ. അപ്പൊ കിടത്തി ചികിത്സയെ കുറിച്ച് പറയുവാണെങ്കിൽ ഓരോ സ്ഥാപനങ്ങളിലും ഓരോ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. എപ്പോഴെങ്കിലുമൊക്കെ ഡി അഡിക്ഷൻ സെന്ററുകൾ എല്ലാവരും ഒന്ന് സന്ദർശിക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം ഡി അഡിക്ഷൻ സെന്റർ എന്ന് പറയുമ്പോൾ പലരുടെയും ഉള്ളിലേക്ക് വരുന്ന ഒരു ആശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ മയക്കുമരുന്ന് കുത്തിവെച്ച ആളുകളെ കൊല്ലുന്ന ഒരു കേന്ദ്രം, അല്ലെ എന്തോ ഒരൊറ്റ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ കുടിയൊക്കെ നിർത്തും, അല്ലെങ്കിൽ അപ്പോഴേ ആ ലഹരിയുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്ന് മിടുക്കന്മാരായിട്ട് ഒരു ഫാക്ടറിയാണ് ഡി അഡിക്ഷൻ സെന്റർ എന്നുള്ളതാണ് നമ്മുടെ പല ആളുകളുടെയും ഒരു തെറ്റായ ധാരണ. നിങ്ങൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ സമീപത്തുള്ള ഒരു ഡി അഡിക്ഷൻ സെന്റർ ഒന്ന് സന്ദർശിക്കണം. എന്താണ് അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കണം. അപ്പൊ മാത്രമേ നമുക്ക് ഇതിന്റെ ഒരു തീവ്രതയും എന്താണ് നമ്മൾ ഓരോരുത്തരും ചെയ്യാനുള്ളത്. ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ ഒരു രോഗിയെ കൊണ്ടുവിട്ടാൽ മാത്രം പോരാ, കുടുംബാംഗങ്ങളായിട്ടുള്ളവരും സമൂഹത്തിനും ഒരുപാട് പ്രതിബദ്ധതയുണ്ട്. ആ ഡി അഡിക്ഷൻ സെന്ററിൽ പോയ വ്യക്തി തിരിച്ചു വന്നതിന് ശേഷം മദ്യപിക്കാതിരിക്കുക എന്നുള്ളത് ഒരു കൂട്ടായ ഉത്തരവാദിത്വമാണ്. ഒരിക്കലും ഡി അഡിക്ഷൻ സെന്ററിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെയോ അല്ലെങ്കിൽ അവിടുത്തെ ഡോക്ടറിന്റെയോ സൈക്കോളജിസ്റ്റിന്റെയോ കൗൺസിലറുടെയോ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല, ആ വ്യക്തിയുടെ കുടുംബാംഗങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സമൂഹത്തിന്റെയാണ്. നമ്മൾ ഒട്ടാകെ അടങ്ങുന്ന ഈ സമൂഹത്തിന്റെ ഒരു പ്രതിബദ്ധത അല്ലെങ്കിൽ ഉത്തരവാദിത്വം കൂടിയാണ്. അതുപോലെ തന്നെ ഔട്ട് പേഷ്യന്റ് ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയുന്നു. ഡിഫറെന്റ് സൈക്കോതെറാപ്പി, കൗൺസിലിംഗ്, റിലാപ്സ് പ്രിവെൻഷൻ ട്രെയിനിങ്. ഈ റിലാപ്സ് എന്നുള്ള പേര്, അതായത് നമ്മളൊരു വ്യക്തി ഏത് തരത്തിലുള്ള ലഹരി ആയാലും ഉപയോഗിച്ചു അല്ലെങ്കിൽ ഒരു ആസക്തി ഉള്ള ഒരു വ്യക്തി
അത് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് അദ്ദേഹം ഒരു ചികിത്സാ വിധിയിലൂടെയോ അല്ലെങ്കിൽ അദ്ദേഹം അത് നിയന്ത്രിച്ച് നിർത്തി. അപ്പൊ അദ്ദേഹം പോകുന്നത് അദ്ദേഹത്തിന്റെ നമ്മൾ ആ ഒരു ഡി അഡിക്ഷൻ സെറ്റിംഗിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അബ്സ്റ്റിനന്റ് അല്ലെങ്കിൽ ഒരു സോബർ ലൈഫിലേക്ക് എത്തി, ഒരു പുതുജീവൻ അതിലേക്ക് എത്തി എന്നാണ് നമ്മൾ പറയുന്നത്. പിന്നീട് അദ്ദേഹം എപ്പോഴെങ്കിലും ആ ലഹരി പഴയ അതേ തീവ്രതയിൽ ഉപയോഗിക്കണമെന്നില്ല, ഒരു എക്സ്പെരിമെന്റിന് വേണ്ടി ഒരു ഡോസ് എടുത്തു അല്ലെങ്കിൽ ഒരു തവണ ഉപയോഗിച്ച് നോക്കുമ്പോൾ നമ്മൾ സ്ലിപ്പായി എന്ന് പറയും. പതിയൊന്ന് അദ്ദേഹത്തിന് സ്ലിപ്പായി എന്ന് പറയും. പക്ഷെ അവര് മെല്ലെ മെല്ലെ ഒന്ന് സ്ലിപ്പായ ഒരു അവസ്ഥ എന്താണ്, മെല്ലെ മെല്ലെ അടുത്ത ആ ക്വാണ്ടിറ്റി കൂട്ടി വരും. നമ്മളിവിടെ പറഞ്ഞ ടോളറൻസ് എന്ന് പറഞ്ഞത് ഇങ്ങനെ എഗെയിൻ ഒരു റീസ്റ്റാർട്ടിങ് ഉണ്ടാകും. ആ സാഹചര്യത്തിൽ അതിനെ നമ്മൾ റിലാപ്സ് എന്ന് പറയും. അപ്പൊ റിലാപ്സ് അഡിക്ഷനിൽ നിന്ന് റിക്കവറി വരുന്നവര് അബ്സ്റ്റിനന്റ് അല്ലെ സോബർ ലൈഫ് എന്ന് പറയുന്നു. അതിൽ നിന്ന് പോകുന്നവരെ നമ്മൾ സ്ലിപ്പായി എന്ന് പറയുന്നു. അവിടുന്ന് അത് തുടർച്ചയായിട്ട് ഉപയോഗം അല്ലെ പഴയതിലും പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരുന്ന സാഹചര്യത്തിൽ നമ്മൾ റിലാപ്സ് ആയി എന്ന് പറയും. അപ്പൊ ഈ റിലാപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡി അഡിക്ഷൻ അല്ലെ അഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഡി അഡിക്ഷൻ സെന്ററുകളിലും ഈ റിലാപ്സ് പ്രിവെൻഷൻ ട്രെയിനിങ് അല്ലെ കൗൺസിലിംഗ് നമ്മൾ കൊടുക്കാറുണ്ട്, ആ കൗൺസിലിംഗ് പ്രോസസ്സിൽ തന്നെ. എങ്കിൽ മാത്രമേ പുറത്തിറങ്ങിയാൽ എങ്ങനെ കുടിക്കാതിരിക്കാം. ആ ഒരു സെന്ററിൽ നിൽക്കുന്ന സമയത്ത് ഒരു കുട്ടിയെ നമ്മൾ കൊണ്ട് ഡി അഡിക്ഷൻ സെന്ററിൽ അഡ്മിറ്റ് ആക്കി, അവനെ അവിടെ നിൽക്കുന്ന സാഹചര്യത്തിൽ അവനോട് മദ്യം കിട്ടാനില്ല, മദ്യപിക്കുന്ന സുഹൃത്തുക്കളില്ല. കൗൺസിലേഴ്സ് രാവിലെ വന്ന് മദ്യത്തിനെതിരെ പറയുന്നു, അവിടെ നടക്കുന്ന ഗ്രൂപ്പ് തെറാപ്പിയിൽ മദ്യത്തിനെതിരെയുള്ള സ്റ്റോറികൾ പറയുന്നു, സൈക്കാട്രിസ്റ്റ് വന്നിട്ട് മദ്യത്തിനെതിരെ പറഞ്ഞു പോകുന്നു, നേഴ്സുമാർ പറയുന്നു, വാർഡൻ പറയുന്നു, യോഗ എടുക്കുന്നവർ പറയുന്നു. അപ്പൊ എല്ലാവരും ഒരു മദ്യത്തിനെതിരെ അല്ലെ അവർ ഉപയോഗിച്ച് ലഹരിക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരും മദ്യപിക്കില്ല. അതൊരു കൺട്രോൾഡ് എൻവയോൺമെന്റ് ആണ്. 4 ചുവരുകൾക്കുള്ളിൽ അല്ലെ ഒരു കോമ്പൗണ്ടിലുള്ള കൺട്രോൾഡ് എൻവയോൺമെന്റ് ആണ്. അവിടെ മദ്യപിക്കില്ല. പക്ഷെ പുറത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഇതല്ല. അവന് കൊണ്ട് കഞ്ചാവ് കൊടുത്തുകൊണ്ടിരുന്ന ആ ബൈക്കിൽ വരുന്ന മുടി നീട്ടി വളർത്തിയ ഫ്രണ്ട് അവിടെ ലൈവാണ്, അല്ലെ അതിലും ഉയർന്നിട്ടുള്ള ഒരു പുതിയ കെമിക്കലുമായിട്ട് അയാൾ അവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ആ സാഹചര്യം അവിടെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ റിലാപ്സ് ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. ആ റിലാപ്സിനെ പ്രിവെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിലാപ്സ് പ്രിവെൻഷൻ കൗൺസിലിംഗ് അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ റിക്രിയേഷണൽ ആക്ടിവിറ്റി. പലപ്പോഴും ആളുകൾ ഡി അഡിക്ഷൻ ചികിത്സ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സംവിധാനത്തിലേക്ക് പോകുമ്പോൾ കുറെ കൗൺസിലിംഗ് കേൾക്കുന്നു, അല്ലെങ്കിൽ അവര് അവിടെയുള്ള യോഗ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നു. ഈ വ്യക്തിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന എന്താണ്, ആ വ്യക്തിയുടെ ഏറ്റവും കൂടുതൽ അവർ ആസ്വദിച്ചിരുന്ന കാര്യം എന്താണ്? ചിലപ്പോൾ ചെറുപ്പത്തിൽ അവർ പാട്ട് പാടാൻ ആഗ്രഹം ഉണ്ടായിരുന്നവരാകാം, സ്കൂൾ കാലഘട്ടത്തിൽ പാട്ട് പാടിക്കൊണ്ടിരുന്ന ആവാം, അല്ലെ നന്നായിട്ട് വയലിൻ ഉപയോഗിക്കുന്ന ആകാം, നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കുന്ന ആകാം. അപ്പം ആ എന്താണോ അവരുടെ ഹാപ്പിനെസ് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെ ഹാപ്പിനെസ് കൊടുത്തുകൊണ്ടിരുന്നത്, സന്തോഷം കൊടുത്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒഴിവ് സമയങ്ങളെ എങ്ങനെ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാം, ആ ഒരു റിക്രിയേഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ സെന്ററുകളിൽ നമ്മൾ ഏറ്റവും മിനിമലിസ്റ്റിക് ആയിട്ടുള്ള അറേഞ്ച് ചെയ്ത് കൊടുക്കും. പക്ഷെ ആ പീരീഡിൽ തന്നെ അവരുടെ ഇൻപേഷ്യന്റ് കിടത്തി ചികിത്സ കാലഘട്ടത്തിൽ ഒരു കൗൺസിലറുടെ പ്രാഥമികമായിട്ടുള്ള ധർമ്മം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പേഷ്യൻസിന് ഒരു റിക്രിയേഷൻ, പുറത്തേക്ക് ഇറങ്ങിയാൽ അവർ എന്ത് ചെയ്യും, അല്ലെ അവരുടെ ആഹ്ലാദത്തിന് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ഡിഫൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതേപോലെ ഒരു തവണ ചികിത്സ എടുത്തത് കൊണ്ട് നന്നാവണമെന്നില്ല. 9 തവണ അല്ലെ 10 തവണ 11 തവണ എടുത്തു. അപ്പൊ ഒരിക്കലും നമ്മൾ പറഞ്ഞല്ലോ, ആദ്യമേ ആ പറഞ്ഞ പോയിന്റ് നിങ്ങളുടെ എല്ലാവരും മനസ്സിലുണ്ടായിരിക്കണം. രണ്ടാമത്തെ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞു ഇതൊരു പ്രോഗ്രസീവ് അല്ലെങ്കിൽ പെർമനന്റ് നേച്ചർ ഉള്ള ഡിസീസ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു തവണത്തെ ചികിത്സ കൊണ്ട് രക്ഷപ്പെടണം എന്നില്ല. പലപ്പോഴും ചോദിക്കാറുണ്ട്, ഡി അഡിക്ഷൻ സെറ്റിങ്ങിലൊക്കെ ഞങ്ങൾ ഇരിക്കുമ്പം ഇതിപ്പോ 3ാമത്തെ 4ാമത്തെ തവണയായി, ഇനി ഞങ്ങൾക്ക് കൊണ്ടുവരാനുള്ള സാമ്പത്തികം ഇല്ല, അല്ലെ ഇനി ഞങ്ങൾ മടുത്തു, ഇയാളെ ഇനി എന്തിനാണ് ചികിത്സിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഒരിക്കലും ആ കുടുംബാംഗങ്ങളുടെ വിഷമം അല്ലെങ്കിൽ ആ കുട്ടിയെ ഓർത്തിട്ടുള്ള പേരൻസിന്റെ അവസ്ഥയിൽ ഓർത്ത് നമുക്ക് ഒരുപാട് സങ്കടമുണ്ട്. പക്ഷെ നമുക്ക് അവരോട് ഇനി ഇതൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അയാളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു എലമെന്റിനെ, അഡിക്ഷൻ എന്ന് പറയുന്നതിൽ നമ്മൾ തിരിച്ചറിയാതെ പോയ, അല്ലെങ്കിൽ ഇനിയും പുറത്തിറങ്ങുമ്പോൾ ട്രിഗർ ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ ഉദ്ബോധിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു ഘടകം അവിടെ അൺട്രീറ്റഡ് ആയിട്ട് ചികിത്സയ്ക്ക് വിധേയമാകാതെ അല്ലെ ചികിത്സ നൽകുന്നവരിൽ നിന്ന് ഒളിഞ്ഞു കിടന്നിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് അദ്ദേഹം പിന്നീടും ഉപയോഗിക്കുന്നത്. അപ്പം ആ സാഹചര്യത്തിനെ പൂർവാധിക ശക്തിയായിട്ട് അദ്ദേഹത്തിന് എന്താണോ ആ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നത്, അല്ലെ ട്രിഗർ ചെയ്യുന്നത്, അല്ലെ അദ്ദേഹത്തിനോട് പ്രചോദനം നൽകുന്നത് നോക്കിയിട്ട് അവിടെ ചികിത്സ കൊടുക്കണം. ഓക്കെ, കിടത്തി ചികിത്സയാണെങ്കിൽ കിടത്തി ചികിത്സ ചെയ്യുന്നതിന്റെ ഒരു സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ ആണ് ഞാൻ പറയുന്നത്. ഏത് ഡി അഡിക്ഷൻ വ്യക്തിയും ഒരു സെന്ററിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം സ്ക്രീനിങ് ടെസ്റ്റുകൾ, ഇപ്പൊ ആൽക്കഹോളിന്റെ നമ്മുടെ ടോപ്പിക് ഇന്ന് ആൽക്കഹോൾ അഡിക്ഷൻ എന്നുള്ളത് കിടക്കുന്നതുകൊണ്ട് തന്നെ പറയുന്നത്, ആൽക്കഹോളിന്റെ കേസാണെങ്കിൽ ചില സൈക്കോളജിക്കലി സിംപ്ലി അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ചില ടൂൾസ് ഉണ്ട്. കേജ്, ഓഡിറ്റ്, ഇതെല്ലാം എന്താണ് ഒരു 10 വരെ റേറ്റിംഗ് അല്ലെ 20 വരെ റേറ്റിംഗ്. അതിൻ്റെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ. അതായത് നിങ്ങൾ
ലാസ്റ്റ് കഴിച്ചത് എത്ര നാൾ മുമ്പാണ് നിങ്ങൾ കഴിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണ് ബ്ലാക്ക് ഔട്ട് ഉണ്ടായത്, കഴിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്ത പ്രവർത്തികളെ കുറിച്ച് മറവി വന്നത്, ഇപ്പൊ ഒരു 4 പിക്കിൽ കൂടുതൽ കഴിക്കേണ്ട സാഹചര്യം, മാസത്തിലൊന്ന്, അല്ലെ ഒരാഴ്ചയില്, അല്ലെ ഒരു വർഷത്തില്. അപ്പൊ ഇങ്ങനെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള ചില സ്ക്രീനിങ് ടെസ്റ്റുകളുണ്ട്. അതിനെയാണ് നമ്മൾ ആദ്യം മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതൊരു രോഗി വരുന്ന സാഹചര്യത്തിൽ ഇത്തരം സ്ക്രീനിങ് ടെസ്റ്റുകൾ നടത്തുന്നു. അടുത്തതെന്ന് പറയുന്നത് ഡീടോക്സിഫിക്കേഷൻ ആണ്. അപ്പൊ ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു സമയത്ത് തന്നെ, അതായത് ആ വ്യക്തി ചിലപ്പോൾ മദ്യപിച്ച് വളരെ ലഹരിയിലായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി എടുത്തിട്ടായിരിക്കും അവർ സെന്ററുകളിൽ വരുന്നത്. മെഡിക്കലി അവരെ ഡീടോക്സിഫൈ ചെയ്യുന്നു. അതായത് അവർക്ക് വിഡ്രോവൽ മാനേജ്മെന്റോട് കൂടി ഡീടോക്സിഫിക്കേഷൻ, അതായത് അവരുടെ ഉള്ളിലുള്ള ആ കെമിക്കലിനെ നിരാകരിക്കുക എന്നുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് അവിടെ അടുത്തതായിട്ട് നടക്കുന്ന ഒരു ഇത് നമുക്ക് പ്യൂർലി ഡോക്ടേഴ്സും മെഡിക്കൽ പ്രാക്ടീഷണേഴ്സും ആണ് അതിൽ ഇൻവോൾവ് ചെയ്യുന്നത്. അതിലൊരു കൗൺസിലറെ അല്ലെ ഒരു സൈക്കോളജിസ്റ്റിന്റെ ഒരു റോള് എന്ന് പറയുന്നത് കൃത്യമായിട്ടും ആ പേഷ്യന്റിന് ഈ ഡീടോക്സിഫിക്കേഷൻ പീരീഡിൽ വിഡ്രോവൽ ഉണ്ടാവാം. വിഡ്രോവൽ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന്റെ ചെറുതായിട്ടെങ്കിലും അദ്ദേഹം തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തികൾ മറ്റു കാര്യങ്ങളൊക്കെ മറന്നിട്ടുണ്ടാകാം. അതിനെ നമ്മൾ ഓർപ്പിച്ചു കൊടുക്കുക. രാവിലെ ഭക്ഷണം കഴിച്ചോ, അതുപോലെ ഡേറ്റ് മറ്റു കാര്യങ്ങളുള്ള ഓറിയന്റേഷൻ അവരെ റീഇൻഫോഴ്സ് ചെയ്ത് കൊടുക്കുക, അവരോട് അല്പനേരം സംസാരിക്കുക. ഇതൊക്കെയാണ് നമ്മളൊരു കൗൺസിലിംഗ് എന്നുള്ള മേഖലയിൽ നിന്നുകൊണ്ട് ആ സമയത്ത് നമ്മുടെ റോള് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ സൈക്കോ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ റീ എഡ്യൂക്കേഷൻ എന്ന് പറയും. ആ രോഗിയോട് നമ്മൾ കൃത്യമായിട്ടും ആ ഒരു അഡിക്ഷൻ ആയിട്ട് വന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടിയോട് നമ്മൾ ഒരു 1-to-1 കൗൺസിലിംഗിൽ ഇരുത്തിക്കൊണ്ട് അദ്ദേഹത്തിനെ ഡയഗ്നോസ് ചെയ്തിരിക്കുന്ന അവസ്ഥ എന്താണ്, എന്തൊക്കെയാണ് അതിന് നമുക്ക് പറയാൻ പറ്റുന്ന പ്രൂഫ്. ഇപ്പൊ ചിലപ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റിൽ എടുത്തിട്ട് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ഉണ്ടാവും, അതിൻ്റെ അകത്ത് 1-2 ഫാക്ടേഴ്സിന്റെ അളവിൽ നല്ല വേരിയേഷൻ ഉണ്ടാവും. ഈ കാര്യങ്ങളെ കുറിച്ച് രോഗിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു സെഷനെയാണ് നമ്മൾ സൈക്കോ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ റീ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് നടത്താതെ ഒരിക്കലും അവർക്ക് അഡിക്ഷൻ ആണ് എന്ന് നമ്മൾ അവരോട് ബോധ്യപ്പെടുത്താണ്ട് ചികിത്സകൾ ചെയ്യുന്നത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള ഫലം ഉണ്ടാകുന്ന നിർബന്ധമില്ല. കാരണം പലപ്പോഴും കുടുംബാംഗങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നത് അങ്ങനെയാണ്. അയ്യോ, മോനോട് അങ്ങനെ പറയണ്ട, അല്ലെ മോളോട് അങ്ങനെ പറയണ്ട, ഇത് അഡിക്ഷൻ ആണ്, വേറെ എന്തെങ്കിലും ഒന്ന് ഡോക്ടർ പറഞ്ഞാൽ അതിൽ കൗൺസിലർ പറഞ്ഞാൽ മതി. പക്ഷെ ആ ആളത് തിരിച്ചറിയാത്തടത്തോളം കാലം, അവർ അഡ്മിറ്റ് ചെയ്യാത്തടത്തോളം കാലം നമ്മൾ കൊടുക്കുന്ന കൗൺസിലിങ്ങും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഈ പറഞ്ഞ ഒരു സൈക്കോതെറാപ്പി മറ്റു പ്രോസസ്സുകളൊക്കെ വ്യത ആകുകയുള്ളൂ. അത് നമുക്ക് റിസൾട്ടിലേക്ക് പോകാറില്ല. അടുത്തത് ഇൻഡിവിജ്വൽ ആൻഡ് ഫാമിലി കൗൺസിലിംഗ് സെഷൻസ് ആണ് നമ്മൾ അവർക്ക് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയത് 10 ഇൻഡിവിജ്വൽ സെഷൻസും ഒരു മിനിമം 4 ഫാമിലി കൗൺസിലിംഗ് സെഷനെങ്കിലും നമ്മൾ കിടത്തി ചികിത്സ ഒരു 21 ദിവസം ഏറ്റവും ബേസ് ആയിട്ട് പറയുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് ആളുകൾക്ക് കൊടുക്കാറുണ്ട്. അപ്പൊ അവരുടെ ശരീരത്തെ എങ്ങനെയാണ് ലഹരി ഉപയോഗം ബാധിച്ചിരിക്കുന്നത്, അവരുടെ മാനസികമായിട്ട് എങ്ങനെ ബാധിച്ചിരിക്കുന്നു, സാമൂഹികമായിട്ട് എങ്ങനെ ബാധിച്ചിരിക്കുന്നു, കുടുംബപരമായിട്ട് എങ്ങനെ ബാധിച്ചിരിക്കുന്നു, എന്തൊക്കെ സാഹചര്യങ്ങളാണ്, അതായത് ഹൈ റിസ്ക് സിറ്റുവേഷൻസ്, അവർ മദ്യപിക്കാൻ അവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്ന ഹൈ റിസ്ക് സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്. ഈ ഹൈ റിസ്ക് സിറ്റുവേഷനെ തന്നെ 2ആയിട്ട് തരംതിരിക്കാറുണ്ട്. അതിന് ഇന്റേണൽ ട്രിഗറിംഗ് ഫാക്ടേഴ്സ്, എക്സ്റ്റേണൽ ട്രിഗറിംഗ് ഫാക്ടേഴ്സ്. ഇന്റേണൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള നമ്മുടെ ഇമോഷൻസ്. ഒരു പെൺകുട്ടി എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു, അതിന്റെ പേര് കുടിച്ചു തുടങ്ങുന്ന കൗമാരക്കാരുടെ എണ്ണം അല്ലെ കൗമാരക്കാരികളുടെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പോൾ ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ്. അതുപോലെ ഒരു പരീക്ഷാ ഭയം, ബിടെക്കിന് എഞ്ചിനീയറിംഗിനൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ ഇടയിൽ വ്യാപകമായിട്ട് എഞ്ചിനീയറിംഗ് കോളേജുകൾക്കിടയിൽ ഈ പറഞ്ഞ പോലെ കഞ്ചാവ് പോലെയുള്ള അല്ലെ മറ്റ് ലഹരി വസ്തുക്കളുടെ വിൽപ്പനയുള്ള ആളുകൾ പറഞ്ഞു വരുത്തുന്ന ഏറ്റവും വലിയൊരു പേരാണ്. അത് കുറച്ച് കാലം മുമ്പാണ് കേട്ടോ പറഞ്ഞു വരുത്തുന്നതാണ് മെമ്മറി. പെട്ടെന്ന് ലാസ്റ്റ് ടൈം പഠിച്ച സെമസ്റ്റർ എക്സാം ആകുന്ന സമയത്ത് ഒന്നും പഠിച്ചെത്തിയിട്ടുണ്ടാവില്ല, പക്ഷെ എന്താണ് ഇത് ഉപയോഗിച്ച മെമ്മറി കൂടും. നമ്മൾ ഉറങ്ങാതിരുന്ന് പഠിക്കാം, അതായത് ഉറക്കം വരില്ല, ലാസ്റ്റ് ടൈം എക്സാമിന്റെ തലേന്ന് ഉറങ്ങാതിരുന്ന് പഠിക്കാം. ഇത്തരത്തിൽ കുട്ടികളെ സ്വാധീനിക്കുന്ന തരത്തിലേക്കാണ് ഇതിന്റെ സെയില് അല്ലെങ്കിൽ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഇതിനെ പ്രസന്റ് ചെയ്യുന്നത്. ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്നൊക്കെ നമുക്ക് അതിനെ പറയാൻ പറ്റും. ഓക്കെ, അടുത്തത് എന്ന് പറയാം. അപ്പൊ ഈ കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. പിന്നെ നമ്മൾ തൊട്ടു മുമ്പ് ഞാൻ സൂചിപ്പിച്ചാണ് ആർ പി ടി ഇട്ടേക്കുന്നത് റിലാപ്സ് പ്രിവെൻഷൻ ട്രെയിനിങ് ആണ്. ഞാൻ മുമ്പേ സൂചിപ്പിച്ചുകൊണ്ട് ഇനി പറഞ്ഞ സമയം കളയുന്നില്ല. ഡിസ്ചാർജ് കൗൺസിലിംഗ്. അപ്പൊ ഡിസ്ചാർജ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്, ഇപ്പോ ഒരു കുട്ടിയാണ് നമ്മുടെ ഡി അഡിക്ഷൻ സെന്ററിൽ വന്നിരിക്കുന്നതെങ്കിൽ കൃത്യമായിട്ടും ആ കുട്ടിയോട് പറയേണ്ട ചില സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾസ് ഉണ്ട്. അതായത് ഫോളോ അപ്പ് വിസിറ്റുകളുടെ പ്രാധാന്യത്തെ കുറിച്ച് ആയിക്കോട്ടെ, മരുന്നുകളുടെ പ്രാധാന്യത്തെ, ഫോളോ അപ്പ് മെഡിസിൻസ് കഴിക്കേണ്ടതിനെ കുറിച്ച് ആയിക്കോട്ടെ. അതേപോലെ തന്നെ അസർട്ടീവായിട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവൻ നോ പറയാൻ പറ്റണം. അതായത് നോ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പുറത്തെത്തുമ്പോൾ നമ്മളെ സുഹൃത്തുക്കൾ വന്ന് വിളിക്കുക. ഞാൻ പറഞ്ഞു, ഒരു കൺട്രോൾഡ് എൻവയോൺമെന്റ് ആണ് എപ്പോഴും ഡി അഡിക്ഷൻ സെന്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏത് മെഡിക്കൽ സെറ്റിംഗ് എന്ന് പറയുന്നത്. ഇതിനുപരി നമ്മുടേതായ ലോകത്ത് ചെന്ന് വിഹരിക്കുമ്പോഴാണ് ഇത്തരം കാര്യങ്ങളോട് നമുക്ക് നോ പറഞ്ഞ് നിൽക്കാൻ പറ്റിയെങ്കിൽ മാത്രമേ ഈ ചികിത്സാ സമ്പ്രദായം വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി അവരെ പ്രാപ്തരാക്കുന്നതിനാണ് നമുക്ക് ഈ പറഞ്ഞ അസർട്ടീവ് ട്രെയിനിങ്സ് നമ്മൾ ഈ കൗൺസിലിങ്ങിലൂടെ അവർക്ക്. ഇപ്പൊ പല ആളുകളിലും
ചില തരത്തിലുള്ള ഒരാളുടെ നോ പറയാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. സുഹൃത്തുക്കൾ വിളിച്ചു കഴിഞ്ഞാൽ അവരൊരു വശംബദ്ധരായി പോകുന്ന കുട്ടികളുണ്ടാവും. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ അത് ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റണം. ഇതാണ് നിനക്കുള്ള ഒരു വീക്ക് ഏരിയ, ഇതിനെ നീ സ്ട്രെങ്തൻ ചെയ്യണം, ഇതിന് നീ എന്തൊക്കെ ചെയ്യണം. അപ്പോൾ ഈ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അവരെ പറഞ്ഞു കൊടുക്കണം. അതുപോലെ പേഷ്യന്റ്, ഈ രോഗിയുടെ കൂടെ വന്നിരിക്കുന്ന കുടുംബാംഗങ്ങളെയും കൃത്യമായിട്ടും വിളിച്ച് ആ രോഗിയുടെ ഏതൊക്കെ എലമെന്റിലാണ് ഹൈ റിസ്ക് ഉള്ളത്, പുറത്തിറങ്ങിയാൽ ഏതൊക്കെ സാഹചര്യങ്ങളോട് ഈ ആള് കടന്നു പോയി കഴിഞ്ഞാൽ കുടിക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കഴിക്കാം, മദ്യം അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് കുടുംബാംഗങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക. അങ്ങനെ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ഒരു റിസ്ക് പാറ്റേൺ കാണിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ, അതായത് ഇത്തരത്തിലുള്ള ലഹരിയൊക്കെ ഉപയോഗിക്കുന്നത് ഒരു 3 പാറ്റേണിലാണ് പോയി റിലാപ്സ് ആകുന്നത്. പെട്ടെന്ന് അത് പറയാം, നമ്മുടെ സമയം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് പറയുകയാണെങ്കിൽ ഡയറക്റ്റ് റിട്ടേൺ ടു ദി യൂസ്, നേരെ ഒരു ചികിത്സാ പദ്ധതിയിൽ കൂടി കടന്നു പോകുന്ന ഒരു രോഗി ആ സെന്ററിൽ നിന്ന് ഇറങ്ങി അടുത്ത ബസ് സ്റ്റോപ്പ് എത്തുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ജംഗ്ഷൻ എത്തുമ്പോൾ തന്നെ വീട്ടുകാരുമായിട്ട് കലഹിച്ച് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകുന്നെങ്കിൽ നേരെ പോയിട്ട് അവർ ഉപയോഗിച്ചിട്ടുണ്ട് എന്താണ് ലഹരി അത് ഉപയോഗിക്കുന്ന പാറ്റേൺ കാണിക്കാറുണ്ട്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലൊക്കെ പോയി ഡിസ്ചാർജ് ഒക്കെ വളരെ ഭംഗിയായിട്ട് നടത്തി ഒരു 15 ദിവസം കഴിയുമ്പോൾ സെന്ററിലെ കൗൺസിലറൊക്കെ വിളിച്ച് സംസാരിച്ചു, അല്ലെ ഡോക്ടറെയൊക്കെ വന്നൊന്ന് കണ്ടു, മരുന്നൊക്കെ എടുത്തു. പക്ഷെ എന്താണ്, ഒരു അല്പം കഴിയുന്ന സമയത്തേക്ക് ഇയാളുടെ പെരുമാറ്റത്തിൽ വ്യത്യാസം കണ്ടു, ചേഞ്ചസ് ഇൻ ബിഹേവിയർ. അത് വീട്ടിൽ കറക്റ്റ് 7 മണിക്ക് ഓഫീസ് 5 മണിക്ക് വിടുന്നു, 5:10 ബസ്സിന് കയറുന്നു, 1 മണിക്കൂർ ട്രാവൽ ചെയ്ത് വീട്ടിൽ വരുന്ന ആളാണ്, അല്ലെ സ്കൂളിൽ കൃത്യമായിട്ടും പോകുന്നു, സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ 5 മണിക്ക് വീട്ടിലെത്തുന്ന കുട്ടിയാണ്. പക്ഷെ എന്താണ്, അല്പനേരം ഒന്ന് പുറത്തൊക്കെ കറങ്ങി വരുന്നു, വീട്ടുകാർ ചോദിക്കുമ്പോൾ എന്ത് പറയും, കള്ളത്തരം പറഞ്ഞു തുടങ്ങുന്നു, വീട്ടിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒഴിവാക്കുന്നു, ഉറക്കത്തിൽ ഡിസ്റ്റർബൻസ് കാണിച്ചു തുടങ്ങുന്നു. ഈ പെരുമാറ്റ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ഒരു വാണിംഗ് സൈനാണ് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് കിട്ടുന്നത്. അത് നമ്മൾ കൃത്യമായിട്ടും മനസ്സിലാക്കി വെക്കുക എന്ന് പറയുന്നത് നമ്മുടെ ചേഞ്ചസ് ഇൻ ബിഹേവിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ നമ്മൾ കൃത്യമായിട്ടും നമുക്കവിടെ മനസ്സിലാക്കാൻ പറ്റണം. അതേപോലെ നമ്മുടെ തോട്ടിലുണ്ടാവുന്ന നെഗറ്റീവ് തോട്ട്സ് വന്നു തുടങ്ങും. അതായത് ഒരു രോഗി അല്ലെങ്കിൽ ഒരു കുട്ടി ഡി-അഡിക്ഷൻ ചികിത്സ കഴിഞ്ഞ് വീട്ടിൽ പോയി വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു, ഹൈ എക്സ്പെക്ടേഷൻ ഒക്കെ ഉണ്ട്, അവന് ചിലപ്പോൾ ആ ഒരു ഓണത്തിന്റെ അല്ലെങ്കിൽ ഒരു ടേം എക്സാമിൽ ചിലപ്പോൾ അത്ര പെർഫോമൻസ് വന്നു കാണില്ല, അതവനെ നെഗറ്റീവ് തോട്ട്സിലേക്ക് പോകാം പൊടുന്നനെ. അപ്പൊ അത്തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സ് വന്നു കഴിയുമ്പോൾ തന്നെ ഞാൻ ഇതൊക്കെ നിർത്തി, എനിക്ക് മാത്രം റിക്കവറി ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ ഇത് നിർത്തിയിട്ട് എന്റെ പ്രശ്നം തീരുന്നല്ല എല്ലാവരും പറഞ്ഞത്, ഇപ്പൊ എന്താ ഞാൻ പിന്നെ എക്സാമിന് ഫെയിലിയർ ആയി, ഇപ്പൊ എല്ലാവരും എന്നെ ആ കണ്ണിക്കൂടെയാണ് കാണുന്നത്. ഈ നെഗറ്റീവ് തോട്ട്സ് ഒരു 2-3 ആഴ്ച വെച്ചുകൊണ്ട് നടക്കും. ഓക്കെ, ഈ നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെ വെച്ചുകൊണ്ടേ നടക്കുന്ന സാഹചര്യത്തിൽ എന്തുണ്ടാവും, നമുക്ക് കൃത്യമായിട്ട് കുടുംബാംഗങ്ങൾക്ക് അല്ലെ അവന്റെ പിയർ ഗ്രൂപ്പ് മെമ്പേഴ്സിന് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അവൻ മറ്റുള്ളവരോട് സംസാരിക്കുകയല്ല, അവന് എൻജോയ്മെന്റ് കിട്ടിയിരുന്ന ആഹ്ലാദം കിട്ടിയിരുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരുന്നു. അത് തുടർച്ചയായിട്ട് പോവുകയും അവനൊരു 3 ആഴ്ച 4 ആഴ്ച കഴിയുമ്പോൾ മെല്ലെ സ്ലിപ്പാകും, അവിടുന്ന് റിലാപ്സിലേക്ക് പോകും, ഉപയോഗത്തിലേക്ക് പോകും. അപ്പൊ മാത്രമാണ് കുടുംബാംഗങ്ങൾ ഇതറിയുന്നത്. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ ഡിസ്ചാർജ് കൗൺസിലിംഗ് ടൈമിൽ കൃത്യമായിട്ടും കുടുംബാംഗങ്ങളോട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഫോളോ അപ്പ് വിസിറ്റ്, ഒരിക്കലും ചികിത്സ കഴിഞ്ഞ് ആ സെന്ററുമായിട്ടുള്ള ബന്ധം വിട്ടു എന്നല്ല, എപ്പോഴും ഫോളോ അപ്പിൽ അത് ഫോൺ കോൾ ഫോളോ അപ്പ് ആവാം, ഡയറക്റ്റ് വിസിറ്റ് ആവാം, മറ്റു കാര്യങ്ങൾ വളരെ എഫക്റ്റീവ് ആണ്. ഓക്കെ, നമ്മുടെ സമയം മുന്നോട്ട് പോവാണ്. അപ്പൊ ഞാൻ ഈ കൗൺസിലിംഗിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത് നിങ്ങൾ ഇപ്പോ നമ്മുടെ കഴിഞ്ഞ 2 ദിവസമായിട്ട് നടന്ന ട്രെയിനിങ്ങിൽ ഇപ്പൊ ഫസ്റ്റ് ഡേയിൽ ഡോക്ടർ സൂര്യശ്രീ ഒക്കെ എടുത്ത് പോയ ചില പോയിന്റ്സ് ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പൊ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആ കൗൺസിലിംഗ് പ്രോസസ്സിൽ വരുന്ന ചില സംഗതികളാണ് ഞാൻ ഇവിടെ ഇട്ടേക്കുന്നത്. മോട്ടിവേഷണൽ ഇന്റർവ്യൂ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബില്ലിംഗ് ആയിരിക്കില്ല രോഗി. അതായത് ഒരു ചികിത്സാ കേന്ദ്രത്തിൽ ഒരു കുട്ടീനെ കൊണ്ട് ചെന്ന് കഴിയുമ്പോൾ ആ രോഗി പറയുന്നത് എനിക്കിതൊന്നും മാറേണ്ട, ഇത് അച്ഛനും അമ്മയ്ക്കാണ് പ്രശ്നം, അവരെന്നെ കുറിച്ച് വെറുതെ ഇല്ലാണ്ട് പറയുന്നതാണ്, അല്ലെ ടീച്ചറിന് പ്രശ്നം ഉള്ളതുകൊണ്ടാണ് എന്നെ കുറിച്ച് ഇങ്ങനെ പറയുന്നതെന്നൊക്കെ പറയും. അപ്പൊ അവർക്ക് ആ ഒരു ചേഞ്ച് വരുത്തണം, അവരില് നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള അതായത് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് അത് നമ്മൾ പ്രീ കണ്ടംപ്ലേഷൻ അങ്ങനെ ഒരു പ്രോസസ്സാണ്. വളരെ വാസ്റ്റ് ആയിട്ടുള്ള മേഖലയാണ്. ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്ക് ഇതെങ്ങനെയാണ് നമ്മൾ വില്ലിംഗ് അല്ലാത്ത ഒരാളെ നിങ്ങൾ ചികിത്സിപ്പിക്കുന്നത്, നിങ്ങളുടെയൊക്കെ ഉള്ളിലൊരു ത്വര ഉണ്ടാവും അറിയാനായിട്ട്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെക്കാനിസം ആണ് ഈ മോട്ടിവേഷൻ ഇന്റർവ്യൂ എന്ന് പറയുന്ന സംഗതി. പിന്നെ കോപ്പിംഗ് സ്കിൽ ട്രെയിനിങ്, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ കാര്യങ്ങളോട് നമ്മൾ താതാത്മ്യപ്പെടണം, അല്ലെങ്കിൽ അതിനോട് നമ്മൾ നമുക്ക് ഉറപ്പിച്ച് ഈ സാഹചര്യങ്ങളെ നമുക്ക് പൊരുതി നിൽക്കാനുള്ള കപ്പാസിറ്റി വേണം. അതിനാണ് ഞാൻ അസർട്ടീവ്നെസ് അല്ലെങ്കിൽ നോ പറയാനുള്ള കപ്പാസിറ്റി വേണം എന്ന് പറയുന്നത്. അപ്പൊ കോപ്പിംഗ് സ്ട്രാറ്റജീസ് ഓരോരുത്തരും ഡെവലപ്പ് ചെയ്തെടുക്കണം. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ഡോക്ടർ സൂര്യശ്രീ ഒക്കെ അന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോയിരുന്നതാണ്. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ആൻഡ് ഫാമിലി കൗൺസിലിംഗ്, ഗ്ലാസ് പ്രിവെൻഷൻ ട്രെയിനിങ് കൊടുക്കും, മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് ഗ്ലാസ് പ്രിവെൻഷൻ. ഇത്രയും പ്രോസസ്സുകളൊക്കെയാണ് ഒരു സെന്ററുകളിൽ പോകുന്നത്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു സെന്റർ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ നമ്മൾ
കുറച്ചധികം കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു വന്നു. ഇതൊക്കെ പറയുമ്പോഴും നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പൊ എന്നെ കേട്ടിരുന്ന എല്ലാവരുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഈ അഡിക്ഷൻ? അല്ല, ഇതിപ്പോ എല്ലാവരിലും കാണുന്നില്ലോ അല്ലെ? ഒരു വീട്ടില് ഒരു അച്ഛന് 2 ആൺമക്കളുണ്ട്. അതിൽ ഒരാള് ഒരു മുഴുക്കുടീനും, മറ്റേ ആള് മിടുക്കൻ. അയാൾ ഇതിന്റെ ജന്മത്ത് ഒരു പെഗ് പോലും കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകളും ഉണ്ടാവാം. അപ്പൊ എന്താണ് ഇതിന്റെ ഒരു പുറകിലുള്ള സയൻസ് എന്നുള്ളതിനെ ഏറ്റവും ഒരു സിമ്പിൾ ആയിട്ടൊരു ഇത് കൊടുത്തേക്കുവാണ്. നമുക്കിത് കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള മേഖലയാണ്. അതിന് ഞാൻ ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു തരാം. നിങ്ങൾ അറിയാവുന്നവര് ജസ്റ്റ് കേട്ടിരിക്കുക. അല്ലാതെ നമുക്ക് ഓർഡിനറി ആയിട്ടുള്ളവർക്ക് വേണ്ടി ജസ്റ്റ് അതിന്റെ ഒരു സൈക്കോളജിയും കൂടെ ഒന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ 2 ഫോട്ടോ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ആദ്യം 2 ഫോട്ടോ ഒന്ന് മനസ്സിലാക്കിക്കോ. നമ്മൾ ആദ്യം കൊടുത്തേക്കുന്നത് നമ്മളൊരു ഭക്ഷണം കഴിക്കുമ്പോൾ ഇതുണ്ടോ, ഒരു മഞ്ഞ ആരമുണ്ട്, ചെറിയ ഓറഞ്ച് കളറിലുള്ള ചെറിയ ഒരു റൗണ്ടിലുള്ള സംഗതികൾ കണ്ടോ ആ 2 ഗ്യാപ്പിനിടയിൽ. അതിനെ ഞാൻ ജസ്റ്റ് റെപ്രസെന്റ് ചെയ്തേക്കുന്നത് ഡോപ്പമിൻ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതിന്റെ ആദ്യത്തെ പിക്ചറിൽ നോക്കുമ്പോൾ നമുക്ക് വിരളയിൽ എണ്ണാവുന്ന എണ്ണം മാത്രമേ ഉള്ളൂ. ഈ രണ്ടാമത്തെ പിക്ചറിലേക്ക് നോക്കുക. വൈൽ യൂസിങ് കൊക്കൈൻ, ആ ഓറഞ്ച് ബബിൾസിന്റെ അല്ലെങ്കിൽ ആ റൗണ്ട് ഫിഗറിന്റെ എണ്ണം വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ അകത്ത് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഞാൻ ഇതിന്റെ പിന്നിലുള്ള സയൻസ് അല്ലെ സൈക്കോളജി എന്ന് പറയുന്ന ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. നമ്മളെ മനുഷ്യരെല്ലാം മുന്നോട്ട് ജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെല്ലാം ജീവിക്കുന്നത് എന്തിനാണ്? നമുക്ക് ഓരോരോ കാരണങ്ങളുണ്ടാവും. പേരൻസ് ആയിട്ടുള്ളവർ പറയും ഞാൻ മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. ചിലർ പറയും ഞാൻ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, ട്രാവൽ ചെയ്യാനാണ്, അല്ലെ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനാണെന്ന് പറയും. നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മളെ മനുഷ്യനെ മുന്നോട്ട് ഇപ്പൊ ഫസ്റ്റ് വന്ന ആ പോയിന്റ് തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അതിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ പ്ലഷർ, മനുഷ്യൻ സന്തോഷം അല്ലെ പ്ലഷർ എന്ന് വേണ്ടിയിട്ടാണ് ഓരോ ദിവസവും നമ്മുടെ സ്മാർട്ട് ഫോൺ എന്തിനാ അഡ്വാൻസ്ഡ് ആക്കുന്നത്? ഓരോ ദിവസവും ഏറ്റവും പുതിയ സീരീസ് വരുമ്പോൾ നമ്മൾ എന്തിനാ എടുക്കുന്നത്? ഫാൻ വെച്ചാൽ മതി, നമുക്ക് നമ്മുടെ നാട്ടിൽ അത്ര വലിയ ചൂടൊന്നും ഇല്ല, പക്ഷെ ഫാൻ ഇരുന്നാലും പോരാ എന്നുള്ളൊരു ചിന്ത ഒന്ന് നമ്മൾ AC വെക്കുന്നത് എന്തിനാ? അപ്പൊ നമ്മൾ ഓരോ കാര്യത്തിലും നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ അല്ലെങ്കിൽ നമ്മളെ ഓരോ ദിവസവും മുന്നോട്ട് നയിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലഷറാണ്, ആഹ്ലാദം. അത് നമ്മുടെ തലച്ചോറിലെ ചില മേഖലകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആ മേഖലകൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയുന്നത് റിവാർഡ് സിസ്റ്റം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ന്യൂറൽ പാത്വേ അല്ലെങ്കിൽ നമ്മുടെ ന്യൂറോൺസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ചില കെമിക്കൽസ് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. നമുക്ക് നമ്മുടെ ചില ഇത്തരത്തിലുള്ള ഏത് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം അല്ലെ ഒരു ഹാപ്പിനെസ് ആണ്. അപ്പൊ ഈ ഒരു ഹാപ്പിനെസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ തലച്ചോറിനകത്ത് ചില ഹോർമോൺസ് ഉണ്ട്. അതിനെ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഹാപ്പി ഹോർമോൺസ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പം നിങ്ങൾ അറിയാവുന്നവര് ജസ്റ്റ് ആ ഹോർമോൺസിന്റെ പേര് ഏതെങ്കിലുമൊക്കെ എല്ലാം അറിയാമെന്ന് പറയുന്നില്ല, ഒരു 4 എണ്ണം ആണ് നമുക്കുള്ളത് സ്റ്റാൻഡേർഡ് ആയിട്ട്. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ആ കാര്യങ്ങളൊന്നും ഇടാം. എനിക്ക് 15 മിനിറ്റേ ഉള്ളൂ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻസർ സെഷനും കൂടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ഓക്കെ, എൻഡോർഫിൻ പറഞ്ഞു, ഡോപ്പമിൻ പറഞ്ഞു, സെറട്ടോണിൻ പറഞ്ഞു. ഓക്കെ, അപ്പം ഈ പറഞ്ഞ ഓക്സിറ്റോക്സിൻ, ഓക്കെ ഫൈനൽ 4 എണ്ണം എത്തിയിട്ടുണ്ട്. അപ്പോ ഞാൻ ആ ചാറ്റ് ബോക്സിൽ ഇടാം. ആ 4 ഹോർമോൺസ്, ഹാപ്പി ഹോർമോൺസ് അറിയപ്പെടുന്ന 4 ഞാൻ ചാറ്റ് ബോക്സിൽ ഇടാം, നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പൊ അതില് നമ്മൾ ഏറ്റവും ആദ്യം പറയുന്നത് ഇപ്പം 4 എണ്ണം നമ്മുടെ ചാറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട്. ഡോപ്പമിൻ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും കൂടുതൽ നമുക്ക് ഇപ്പോ നിങ്ങൾ ഡോപ്പമിനെ കുറച്ചുകൂടെ സിമ്പിൾ ആക്കി നമുക്ക് സാധാ ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയാണ്. പാർക്കിൻസൺസ് രോഗം വന്നേക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ടോ? അവർക്ക് ആ രോഗാവസ്ഥ വരുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അവര് ഇപ്പം നിങ്ങൾ ആ ഒരു ഫീച്ചേഴ്സ് ഒക്കെ ഞാൻ പറയാതെ തന്നെ പാർക്കിൻസൺസിന്റെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ അവരിലെ പോലും പാർക്കിൻസൺസിന്റെ ഒരു റീസൺ ചില സമയങ്ങളിൽ ക്ലിനിക്കൽ സ്റ്റഡീസിൽ പലപ്പോഴും പറയാറുണ്ട്. ഡോപ്പമിൻ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഡോപ്പമിനെ നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം കൊണ്ടാണ് ഇത്തരത്തിലുള്ള അവസ്ഥകളിലേക്ക് വരുന്നത്. അതേപോലെ നമ്മുടെ ഫസ്റ്റ് ഡേയില് സെഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡോക്ടർ സൂര്യശ്രീ എക്സ്പ്ലെയിൻ ചെയ്ത ADHD എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, ഓക്കെ, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ, അതിലേക്ക് ഏറ്റവും കൂടുതൽ ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും ബേസ് ലൈൻ അല്ലെ നമ്മുടെ ഈ ഡോപ്പമിൻ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്ലഷർ അല്ലെ ആ ഒരു ആഹ്ലാദം അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഹാപ്പിനെസ് അല്ലെ പ്ലഷർ പ്രദാനം ചെയ്യുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്, അല്ലെങ്കിൽ കെമിക്കൽ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ആ കെമിക്കലിന് ഒരു ബേസ് ലൈൻ ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്തിനും ഒരു ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ബേസ് ലൈൻ ഉണ്ടാവും. അതിന്റെ ഒരു ബേസ് ലൈൻ അളവിൽ നിന്നും
കമ്മിയായിട്ടുള്ള അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആയിട്ടുള്ള ആളുകളിലാണ് ഈ പറഞ്ഞതുപോലെ ADHD കുട്ടികളിൽ കൗമാര കാലഘട്ടത്തിൽ തന്നെ നമ്മൾ കണ്ടുവരുന്നത്. അതേപോലെ തന്നെ അത്തരം ആളുകളിൽ അഡിക്ഷൻ ഉള്ള ഹൈ ചാൻസ് കണ്ടുവരുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റ് ലഹരി വസ്തുക്കളിൽ നിന്ന് കിട്ടാത്ത, അല്ലെങ്കിൽ നമ്മൾ മറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റികളിൽ നിന്ന്, നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്, നമ്മുടെ പഠനത്തിൽ നിന്ന്, നമ്മുടെ കാഴ്ചയിൽ നിന്ന്, നമ്മുടെ കേൾവിയിൽ നിന്ന് കിട്ടാത്തതിലുപരിയായിട്ടുള്ള ഡോപ്പമിനെ നമ്മൾ ഒരു സബ്സ്റ്റൻസ്, അത് മദ്യമായിക്കോട്ടെ മയക്കുമരുന്നായിക്കോട്ടെ എന്ത് തരത്തിലുള്ള അല്ലെങ്കിൽ ഒരു ബിഹേവിയർ അഡിക്ഷൻ ഉള്ള ചില വസ്തുവകൾ, ചില കാര്യങ്ങൾ എൻഗേജ് ചെയ്യുന്നതിലൂടെ നമ്മുടെ തലച്ചോറിന്റെ ചില സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയാസിൽ, നമ്മുടെ വെൻട്രോ ടെഗ്മെന്റൽ ഏരിയ എന്നൊക്കെ പറയും, അധികം അതിലേക്ക് പോകുന്നില്ല. നിങ്ങൾ ഓർത്തിരിക്കുക, ഈ ഹാപ്പി ഹോർമോൺസിലെ ഡോപ്പമിൻ എന്ന് പറയുന്നതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള പ്ലഷർ ആണ് പ്രദാനം ചെയ്യുന്നത്. അത് ഇത്തരത്തിലുള്ള സബ്സ്റ്റൻസുകൾ അല്ലെ ബിഹേവിയർ അഡിക്ഷന് കാരണമാകുന്ന സാഹചര്യങ്ങളിലേക്ക് എൻഗേജ് ചെയ്യുന്ന സമയത്ത് എക്സസീവ് ആയിട്ടുള്ള അല്ലെ ക്രമാതീതമായിട്ടുള്ള അളവിലുള്ള ഡോപ്പമിൻ നമ്മുടെ തലച്ചോറിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അതാണ് ഈ പിക്ചറൈസ് ചെയ്ത് ഞാൻ കാണിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള ഡോപ്പമിൻ എക്സസീവ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ ബ്രെയിൻ ഈ ഡോപ്പമിന്റെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മെമ്മറി ആയിട്ട് ഇത് ഓർത്തു വെക്കുകയും കൂടി ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ നമ്മുടെ തലച്ചോറിലെ ബേസ് ലൈൻ ആയിട്ടുള്ള ഡോപ്പമിന്റെ അളവിനെ നമ്മൾ ഇത്തരത്തിലുള്ള ലഹരി കൊണ്ടോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ബിഹേവിയർ അഡിക്ഷൻ കൊണ്ടോ നമ്മൾ ബൂസ്റ്റ് ചെയ്താൽ നമ്മുടെ ആ ബേസ് ലൈൻ ഈ ഡോപ്പമിന്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അതിന്റെ ലെവൽ മാറുകയും ആ ഉയർന്ന തോതിലേക്കുള്ള ഡോപ്പമിൻ കിട്ടാൻ വേണ്ടി നമ്മുടെ ബ്രെയിൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പം ആ ഒരു കൺസെപ്റ്റ് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിന് പിന്നിലുള്ള ന്യൂറോ സൈക്കോളജി എന്ന് പറയുന്നത്, ഈ പറയുന്ന ഡോപ്പമിന്റെ എക്സസീവ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ നമ്മുടെ തലച്ചോറിൽ നടക്കുന്നു. അത് നമ്മളെ റീഇൻഫോഴ്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, ഇനിയും എടുക്ക്. അതുകൊണ്ടാണ് നമ്മൾ തലയിൽ കൈവച്ച് സത്യം ചെയ്തവരായാലും ബൈബിളിൽ കൈവച്ച് സത്യം ചെയ്തവരായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ട് പിറ്റേ ദിവസം പോയി കുടിച്ചിട്ട് വരുന്നത്, അല്ലെ മറ്റു ലഹരി ഉപയോഗിക്കുന്നത്. ഓക്കെ, സമയം അതിക്രമിച്ചു, അതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാണ്. ഓക്കെ, നമ്മുടെ ടോപ്പിക്കിൽ തന്നെ ഉണ്ട് എന്തൊക്കെ അല്ലെ സബ്സ്റ്റൻസ് അഡിക്ഷനും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു കോമൺ ആയിട്ട് നമ്മുടെ ഈ പറഞ്ഞ ലഹരി വസ്തുക്കളെ നമ്മൾ തിരിച്ചിട്ടുള്ളത് നമുക്ക് ഇത്തരത്തിലാണ് ഒരു തിരിവുള്ളത്. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് വൺ നാർക്കോട്ടിക് അനാൽജസിക്, അത് മോർഫിൻ, ട്രമഡോൾ. ഞാൻ 2 എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളത് ഈ നാർക്കോട്ടിക് അനാൽജസിക് എന്ന് വെച്ചാൽ വേദന സംഹാരികൾ. നമുക്ക് അറിയാം ഏറ്റവും കൂടുതൽ നമുക്ക് പെയിൻ തരുന്ന ഒരു അസുഖാവസ്ഥയാണ് ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പൊ മോർഫിൻ പോലെയുള്ള മരുന്ന് ശരിക്കും ഇത് ഡ്രഗ് ആണ്, ഒരിക്കലും ഒരു അഡിക്ഷൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് എന്ന് പറയുന്നതിലുപരി ഒരു ഡ്രഗ് ആണ് മോർഫിൻ എന്ന് പറയുന്നത്. അത് പോപ്പി എന്ന് പറയുന്ന ഒരു ചെടിയുടെ സത്തിൽ നിന്ന് എടുക്കുന്നതാണ്. അപ്പൊ ഈ മോർഫിനൊക്കെ ആദ്യകാലങ്ങളിൽ ഇപ്പോഴും നമ്മൾ ക്യാൻസറിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നമുക്ക് എൻഡ് സ്റ്റേജ് ക്യാൻസറിലാണെങ്കിൽ മോർഫിൻ ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കുന്ന ആളുകളെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. അപ്പൊ ഇത്തരത്തിലുള്ള വേദന സംഹാരികള് ലഹരിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വിത്തൗട്ട് ഒരു കൺസെന്റ് അല്ലെങ്കിൽ ഡോക്ടറെ കൺസൾട്ടേഷൻ ഇല്ലാണ്ട് ഉപയോഗിക്കുന്ന സാഹചര്യത്തിലാണ് അതൊരു അഡിക്ഷൻ ആയിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് നാർക്കോട്ടിക് അനാൽജസിക് അല്ലെങ്കിൽ വേദന സംഹാരികൾ കാറ്റഗറിയാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തെന്ന് പറയുന്നത് സ്റ്റിമുലന്റ്. സ്റ്റിമുലന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാള അർത്ഥം പോലെ തന്നെ ഉത്തേജകങ്ങൾ. നമ്മൾ സ്പോർട്സ് പേജ് ഒക്കെ എടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ കാണാം ഒരു 5-6 വർഷമൊക്കെ മുമ്പാണെങ്കിൽ വളരെ ഈ ഏഷ്യൻ ഒളിമ്പിക്സ് മറ്റു കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റിമുലൻസ് ഉപയോഗിച്ചതിന്റെ പേരിൽ ഇത്ര വർഷത്തേക്ക് വിലക്കി, ഇത്ര വർഷത്തേക്ക് കായിക താരങ്ങളെ വിലക്കിയിട്ടുള്ള ന്യൂസുകളൊക്കെ കാണാം. അപ്പൊ കൊക്കൈൻ, ആംഫെറ്റമിൻസ് ഒക്കെയാണ് അതിൽ പ്രധാനമായിട്ടും വരുന്ന അതിന്റെ ആ കാറ്റഗറിയിൽ വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ ഉത്തേജിപ്പിക്കുക. അപ്പം എന്തിനാണ് ഈ പറയുന്ന സ്പോർട്സ് താരങ്ങൾ സ്റ്റിമുലന്റ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വേഗത കൂടാനായിട്ട്, അവർ ചെയ്യുന്ന പ്രവൃത്തിയിലെ കാര്യക്ഷമത വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റിമുലന്റ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ ബൂസ്റ്റ് ചെയ്യുന്നു. ക്രമാതീതമായിട്ടുള്ള അളവിൽ ബൂസ്റ്റ് ചെയ്യിപ്പിക്കാനാണ് ഈ സ്റ്റിമുലന്റ് കൊണ്ട് സഹായിക്കുന്നത്. അടുത്ത് ഡിപ്രസന്റ് അല്ലെങ്കിൽ സെഡേറ്റീവ്. അപ്പൊ നമ്മൾ പൊതുവിൽ ഞാൻ അതിന് നേരെ എഴുതിയിരിക്കുന്നത് ആൽക്കഹോൾ, ബെൻസോഡാസെപ്പിൻ, അതുപോലെ ചില ഈ പറയുന്നതില് ആൽക്കഹോളിന് കേട്ടപ്പോൾ പലവരും നെറ്റി ചുളിച്ചിട്ടുണ്ടാവും. ആൽക്കഹോൾ എങ്ങനെയാണ് ഒരു ഡിപ്രസന്റ് അല്ലെങ്കിൽ ഒരു സെഡേറ്റീവ് ആയത് എന്ന്. നമ്മളൊക്കെ വിചാരിക്കുന്ന ആൽക്കഹോൾ കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മദ്യം കഴിച്ച ആളുകളുടെ ഏറ്റവും പൊതുവായിട്ടുള്ള ബിഹേവിയർ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ആകെ ആക്കുന്ന ഇതാണ്. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ ഈ അലമ്പാക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ ഹൈയിലേക്ക് പോകുന്ന ഒരു പീരീഡ് എന്ന് പറയുന്നത് വളരെ ക്ഷണികമായിട്ടുള്ള സമയം മാത്രമാണ്. ആദ്യത്തെ ഒരു പെഗ് എടുത്ത് 72 സെക്കൻഡിനുള്ളിൽ ആ മദ്യം അവരുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. പക്ഷെ അത് തുടർച്ചയായിട്ടുള്ള അടുത്ത പുറകെ ബാക്ക് ടു ബാക്ക് ആയിട്ടുള്ള പെഗുകൾ അല്ലെ ക്വാണ്ടിറ്റി ചെല്ലും തോറും അവരുടെ കേന്ദ്ര നാഡീ വ്യവസ്ഥയെ മന്ദീഭവിപ്പിക്കുകയും അവര് ഒരു എന്താണ് ഉന്മാദാവസ്ഥയിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ മയക്കാവസ്ഥയിലേക്ക് മാറിപ്പോകുന്ന സാഹചര്യമുണ്ട്. ഓക്കെ, അടുത്തത് കനാബിസ് എന്ന് പറയുന്നു.
ഓക്കെ, നമ്മളിപ്പോ ആദ്യത്തെ 3 കാറ്റഗറി പറഞ്ഞതും ഓരോ സ്വഭാവ ഗുണങ്ങളെ വെച്ചിട്ടാണ് ഞാൻ ഇതിനെ മെൻഷൻ ചെയ്തത്. നാർക്കോട്ടിക് അനാൽജസിക് അല്ലെങ്കിൽ വേദന സംഹാരികൾ, സ്റ്റിമുലന്റ് ഉത്തേജകങ്ങൾ, ഡിപ്രസന്റ് അല്ലെങ്കിൽ സെഡേറ്റീവ് അല്ലെങ്കിൽ ഉറക്കിക്കളയുന്നത് എന്നൊക്കെയുള്ള സ്വഭാവ ഗുണങ്ങളെ വെച്ചിട്ടാണ് പറഞ്ഞത്. പക്ഷെ കനാബിസിന് എന്തുകൊണ്ട് കനാബിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ചാവ് ഉപയോഗിക്കുന്നവർക്ക് ഒരാൾക്ക് കിട്ടുന്ന അനുഭവമല്ല അടുത്ത ആൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അതിന് കൃത്യമായിട്ടുള്ള ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള സ്റ്റേറ്റിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നതെന്ന് ആർക്കും ഡിഫൈൻ ചെയ്ത് പറയാൻ പറ്റില്ല. അത് നിങ്ങളുടെ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും ഉറങ്ങിക്കിടക്കുന്ന ഓരോ സൈക്കോളജിക്കൽ എലമെന്റ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്. അതിൽ ഏതിനെ വേണമെങ്കിലും നമ്മുടെ വൾണറബിലിറ്റി അനുസരിച്ച് ഏതിനെ വേണമെങ്കിലും കഞ്ചാവിനെ ബൂസ്റ്റപ്പ് ചെയ്യാം. ശരിക്കും ഇപ്പൊ കഞ്ചാവ് എന്നുള്ളത് മാറിയിട്ട് ഏറ്റവും നമ്മളിപ്പോ കഞ്ചാവ് എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് കാലത്ത് നമ്മുടെ കേരളത്തിൽ അല്ലെ ഹൈ റേഞ്ചുകളിൽ നമ്മുടെ ഉൾനാടൻ ഗ്രാമങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന കറുപ്പ് കഞ്ചാവ് എന്നൊക്കെ പറയുന്നത് വളരെ കോമൺ ആയിട്ട് ഇവിടെയൊക്കെ ഉപയോഗിച്ചിരുന്ന, അതൊരു ലഹരിയായിട്ടല്ല, അന്നത്തെ സാഹചര്യത്തിൽ ഉപയോഗിച്ചിരുന്ന വസ്തുവാണ്. പക്ഷെ ഇന്ന് ഹൈബ്രിഡ് കഞ്ചാവ് വന്നു കഴിഞ്ഞ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് വന്നിരിക്കുന്നതാണ് ഹൈഡ്രോ എന്ന് പറയുന്നത്. അതായത് വിത്തൗട്ട് സോയിൽ ഒരു കണ്ടീഷൻഡ് അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ എൻവയോൺമെന്റിൽ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ് ഹൈഡ്രോ എന്ന് പറയുന്ന കനാബിസ്. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ കൊച്ചിയിലൊക്കെ ഈ കഴിഞ്ഞ മാസത്തില് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്ത കേസുകളിൽ ഈ ഹൈഡ്രോ ഇനത്തിൽപ്പെടുന്ന കഞ്ചാവിന്റെ ഇതാണ്. അത് വളരെ ആളുകളെ ഹൈ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് കൊണ്ടുപോവുകയും വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒന്നുമാണ്. ഉൾപ്പെടെ ഏറ്റവും ലാസ്റ്റത്തെ ഹാലിസിനോജൻ അല്ലെങ്കിൽ മലയാളത്തിൽ തന്നെ ഭ്രമാത്മകങ്ങൾ, ഭ്രമിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് LSD, MDMA, മെസ്കാലൈൻ, THC ഇപ്പൊ ഈ കാറ്റഗറി പെടുന്നതൊക്കെ. അതായത് നമുക്കില്ലാത്ത കാഴ്ചകളും കേൾവികളും അനുഭവങ്ങളും തരാൻ കെൽപ്പാർന്ന ഈ പറഞ്ഞ ലഹരി വസ്തുക്കളെയാണ് ഹാലിസിനോജൻ എന്ന് പറയുന്ന ഗണത്തിൽ പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞെത്തി. അപ്പൊ ഇതിൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഡി അഡിക്ഷൻ സെന്ററുകൾക്കോ അല്ലെങ്കിൽ ഒരു ലഹരി വിമോചന കേന്ദ്രങ്ങൾക്കും കൗൺസിലേഴ്സിനും ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ കുടുംബാംഗങ്ങൾക്കും അതുപോലെ തന്നെ സൊസൈറ്റിക്കും അല്ലെങ്കിൽ ഈ സമൂഹത്തിനും ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിൽ കുറച്ച് പോയിന്റ്സ് ആണ് ഇട്ടേക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാവുന്ന കാര്യങ്ങൾ മാത്രമാണ്. നമുക്ക് കുട്ടികളാണെങ്കിൽ പോലും അവരൊരു കൗമാര കാലഘട്ടം എത്തിക്കഴിഞ്ഞാൽ വളരെ അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ചെറിയ ചെറിയ റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തു തുടങ്ങുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്തരത്തിലുള്ള വൾണറബിലിറ്റികളെ കുറച്ച് കൊണ്ടുവരാൻ വരുന്ന ഏറ്റവും വലിയൊരു മാർഗം എന്ന് വെച്ചാൽ ചെറിയ ചെറിയ അസൈൻമെന്റ്സോ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് ഈ കുട്ടികൾക്ക് കൊടുക്കുക. അതുപോലെ തന്നെ കുട്ടികളെ ഒരു വിശ്വാസം, ഞാൻ പറയുന്നത് അവരെ നമ്മൾ എപ്പോഴും എന്താണ് ഒരു പുറകെ നടന്ന് കഴിയും കണ്ണുകളോടെ നോക്കുന്ന ഒരു സ്വഭാവം ഒരിക്കലും പേരൻസോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോ കാണിക്കരുത്. അവരിൽ നമ്മൾ വിശ്വാസം എടുക്കണം. അവർക്ക് നമ്മളോട് പറയാനുള്ള ഒരു സ്പേസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ തന്നെ കുട്ടികൾ ഒരിക്കലും ഒരു എനിക്കിവിടെ ഇപ്പം വലിയ കാര്യമൊന്നും ചെയ്യാനില്ല എന്നുള്ള ഒരു ഫീലിംഗ് അവരുടെ കുടുംബാംഗങ്ങളിലോ അല്ലെങ്കിൽ അവരുടെ പഠിക്കുന്ന അന്തരീക്ഷത്തിലോ അവർക്ക് വരാൻ പാടില്ല. അവർ ലെസ് സിഗ്നിഫിക്കന്റ് എന്ന് പറഞ്ഞൊരു ഫീൽ വന്നു കഴിഞ്ഞാൽ അവർ ആ അറ്റൻഷൻ കിട്ടുന്നില്ല, എനിക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഒരു പരിഗണന കിട്ടുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ അടുത്ത മാർഗങ്ങൾ നോക്കും ആ അറ്റൻഷന് വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അതെപ്പോഴും പോസിറ്റീവ് ആകണമെന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമ്മൾ കുടുംബങ്ങളിലുള്ള കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കണം. പിയർ ഗ്രൂപ്പുമായിട്ട് നമ്മളെ കുടുംബാംഗങ്ങൾ എപ്പോഴും കമ്മ്യൂണിക്കേഷനിൽ കോൺടാക്റ്റിൽ ഉണ്ടായിരിക്കണം. ആ കുട്ടികൾ ഇടപെടുന്ന സൊസൈറ്റിയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആയിരിക്കണം. അത് പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ ഇത്തരം കാര്യങ്ങളെ നമുക്ക് ഏറ്റവും അതിന്റെ ഒരു വാർണിംഗ് സൈൻസ് കാണിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും അല്ലെങ്കിൽ മാനേജ് ചെയ്യാനും സാധിക്കും. അതുപോലെ ഹൈ എക്സ്പെക്ടേഷൻ, പലപ്പോഴും നമ്മൾ കുട്ടികൾക്ക് മേലെ പ്രഷർ കൊടുക്കാറുണ്ട്. അപ്പം അത് ഒരുപാട് കുട്ടികളിലേക്ക് ഇത്തരത്തിലുള്ള ഈ അഡിക്ഷൻ സെന്ററുകളിൽ വരുന്ന കുട്ടികളെ നമ്മൾ കൗൺസിലിംഗ് സമയത്തൊക്കെ അവർ പറയാറുള്ളത്, എനിക്ക് എൻ്റെ പേരൻസിന്റെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് ഒന്നും എനിക്ക് അവർക്ക് ചെയ്യാൻ സാധിച്ചില്ല. പിന്നെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ലൈഫ് ഒന്നും ആയില്ല, അല്ലെങ്കിൽ എനിക്ക് അതുപോലെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അവരെന്നെ എപ്പോഴും ബ്ലെയിം ചെയ്യുന്നു, അല്ലെങ്കിൽ എന്നെ കമ്പയർ ചെയ്യുന്നു. ഇതൊക്കെ കൊണ്ട് അവരിതിലേക്ക് പോകാനുള്ള സാഹചര്യമുണ്ട്. അതുപോലെ ഈ കുട്ടികളുടെ ഇൻട്രസ്റ്റ്, അതായത് എപ്പോഴും നമ്മൾ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ഇന്നത്തെ കാലത്ത് കൂടുതലും സ്ക്രീൻ ടൈം കൂടുതലാണ്. അപ്പൊ പരമാവധി സ്ക്രീൻ ടൈം ഒഴിവാക്കിയിട്ട് ഫിസിക്കലി എൻഗേജ് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റി, എക്സസൈസ്, ഔട്ട്ഡോർ ഗെയിംസ്, മറ്റു കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റ് ആർട്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് കുട്ടികളെ വഴിതിരിച്ച് വിടുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ കുടുംബാംഗങ്ങൾക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ സൊസൈറ്റി ഒരു ഹെൽത്തി ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ്സ്, ലഹരി അല്ലാണ്ട് സമൂഹത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ആൾട്ടർനേറ്റീവ്സ് നമ്മുടെ സമൂഹങ്ങളിൽ വരണം. അപ്പൊ മുമ്പ് കാലങ്ങളിലൊക്കെ വളരെ ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്ന, ഇപ്പം പാടങ്ങളിൽ ക്രിക്കറ്റ് കളിക്കുന്നവര്, ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുന്നവര്, അല്ലെ ഇൻഡോർ സ്റ്റേഡിയം, ഓരോ നാടിനെ പ്രത്യേക സാഹചര്യം അനുസരിച്ച് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ പോയി. അപ്പം ഇങ്ങനെയുള്ള ആൾട്ടർനേറ്റീവ്സ്, അവർക്ക് എൻജോയ്മെന്റിനുള്ള ആൾട്ടർനേറ്റീവ് ഈ സമൂഹം തന്നെ കണ്ടെത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള എൻവയോൺമെന്റ്, ഇതിന്റെ സപ്ലൈ അല്ലെ അവൈലബിലിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ടും നമുക്ക് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഒരു സോഷ്യൽ ആക്ഷൻ,
ഒരിക്കലും ഒരു കുടുംബത്തിനോ ഒരു വ്യക്തിക്കോ ഒരു ഡി അഡിക്ഷൻ സെന്ററോ അല്ലെ ഒരു ഗവൺമെന്റോ നിശ്ചയിച്ചത് കൊണ്ട് മാത്രം അഡിക്ഷൻ എന്ന് പറയുന്ന ലഹരി വസ്തുക്കളുടെ സപ്ലൈ അല്ലെ ഉപയോഗം നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറില്ല. അതൊരു സോഷ്യൽ ആക്ഷൻ എന്ന് പറയുന്നത് പോലെ മാത്രം നമുക്ക് അതിനെ തുടച്ചു നീക്കാനായിട്ട് സാധിക്കുള്ളൂ. ഒരു നിരോധനമല്ല ഉദ്ദേശിക്കുന്നത്. ആ നിരോധനം കൊണ്ട് മറ്റൊരു തരം ലഹരി അവിടെ വന്ന് എൻട്രി ചെയ്യുന്നത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുപോലെ കമ്മ്യൂണിറ്റി നെറ്റ്വർക്കിംഗ് നമുക്ക് സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ, നമുക്ക് ഏറ്റവും ഗ്രൗണ്ട് ലെവലിലുള്ള കമ്മ്യൂണിറ്റി നെറ്റ്വർക്കിംഗ് സ്ട്രോങ് ആണ് എങ്കിൽ ഇത്തരത്തിലുള്ള ലഹരിയിലേക്ക് പോകുന്ന കുട്ടികളെ നേരത്തെ തന്നെ ഐഡന്റിഫൈ ചെയ്യാനും അവരെ മാനേജ് ചെയ്യാനും സാധിക്കും. കമ്മ്യൂണിറ്റി ബേസ്ഡ് റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ലോങ് ടൈം റീഹാബിലിറ്റേഷൻ കുട്ടികൾക്ക് പ്രിഫർ ചെയ്യുന്നതല്ല. പക്ഷെ എന്താണ്, ഒരു കൺഡ്യൂസീവ് എൻവയോൺമെന്റ് ആണ് അവരുടെ സമാജത്തിൽ അല്ലെ സമൂഹത്തിൽ ഉള്ളതെങ്കിൽ നമുക്ക് ആ കുട്ടികളെ സമൂഹത്തിൽ തന്നെ മാനേജ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ്, ഇത് ലാസ്റ്റ് സ്ലൈഡ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് പലപ്പോഴും ഇത്തരത്തില് പേരൻസ് അല്ലെങ്കിൽ നമ്മുടെ അധ്യാപകരൊക്കെ ഈ ചികിത്സാ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അവർ നമ്മളോട് ചോദിക്കാറുണ്ട്, നമുക്ക് ഒരു സ്വകാര്യ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോകാനായിട്ട് വളരെ സാമ്പത്തിക സ്ഥിതി ഭയങ്കര മോശമാണ് ആ കുട്ടിയുടെ, അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പൊ നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വളരെ ആക്റ്റീവായിട്ട് ഡി അഡിക്ഷൻ മേഖലയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് വളരെ ചീപ്പായിട്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മിനിമലിസ്റ്റിക് ആയിട്ടുള്ള കോഴ്സ് ഫീ മാത്രം മേടിക്കുന്ന വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് അല്ലെ ചികിത്സാ സമ്പ്രദായങ്ങൾ നൽകുന്ന ചില സെന്ററുകൾ, അത് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ അഡ്മിറ്റ് ചെയ്യാൻ ലൈസൻസോട് കൂടിയ ചില സെന്ററുകളുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സെൻട്രൽ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് നടത്തിക്കൊണ്ടുവരുന്ന ഇന്റർഗ്രേറ്റഡ് റീഹാബിലിറ്റേഷൻ സെന്റർ ഫോർ അഡിക്റ്റ്, IRCA എന്ന് പറയും. കേരളത്തിൽ ഏകദേശം 23 IRCA സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ 3 IRCA ഉണ്ട്, കൊല്ലം ജില്ലയിലുണ്ട്. എല്ലാ ജില്ലകളിലും IRCA സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ IRCA സെന്ററുകളിൽ 30 ദിവസം അല്ലെങ്കിൽ 34 ദിവസം മാത്രമാണ് ഡിസ്ചാർജ് നൽകുന്നത്. നിങ്ങൾക്ക് ഏറ്റവും മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഫീല് വളരെ കോംപ്രഹെൻസീവ് ട്രീറ്റ്മെന്റ് കിട്ടും. അതേപോലെ തന്നെ വിമുക്തി, നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഓൺ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് വിമുക്തി മിഷൻ. അതിന് കീഴിൽ നമുക്ക് ഇപ്പോൾ ടോൾ ഫ്രീ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, ഫ്രീ ടെലി കൗൺസിലിംഗ് അവർ ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 14 ദിവസത്തെ കിടത്തി ചികിത്സ നമ്മുടെ എല്ലാ ജില്ലകളിലും ജില്ലാ ആശുപത്രി അല്ലെ താലൂക്ക് ആശുപത്രികളിൽ അവരുടെ ഡി അഡിക്ഷൻ സെന്റർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുവഴി നമുക്ക് ഈ ചികിത്സാ സമ്പ്രദായങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. അതുപോലെ സെൻട്രൽ മിനിസ്ട്രിയുടെ തന്നെ ഔട്ട്റീച്ച് ഡ്രോപ്പിംഗ് സെന്റർ, ഒഡീക്ക് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, അതായത് നമുക്ക് ഫീൽഡ് ലെവലിൽ ഇത്തരത്തിലുള്ള അഡിക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകൾക്ക് പോയിട്ട് കൗൺസിലിംഗ് എടുക്കുക, അവരുടെ കോൺഫിഡൻഷ്യാലിറ്റി അവരുടെ വ്യക്തിത്വത്തെ എല്ലാം മാനിച്ചുകൊണ്ട് തന്നെ സമൂഹത്തിൽ തന്നെ അവർക്ക് കൗൺസിലിംഗ് സർവീസ് അവൈലബിൾ ആക്കുന്ന ഒരു മെക്കാനിസം ആണത്. അതുപോലെ കമ്മ്യൂണിറ്റി പിയർ ലിഡ് ഇന്റർവെൻഷൻ എന്ന് പറയുന്നതാണ് CPLI എന്ന് പറയുന്നത്. അതും ഇതേപോലെ തന്നെ സമപ്രായക്കാരായിട്ടുള്ള ആളുകൾക്കിടയിൽ പിയർ കൗൺസിലേഴ്സിനെ ഡെവലപ്പ് ചെയ്തെടുത്തുകൊണ്ട് നമ്മൾ ഏർലി സ്റ്റേജിൽ തന്നെ ഇത്തരത്തിലുള്ള അഡിക്ഷനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇത് ഉദ്ദേശിക്കുന്ന ഒരു മെക്കാനിസം. ഓക്കെ, ഞാൻ 2 മിനിറ്റ് ക്ലോസ് ചെയ്തു, 15 മിനിറ്റ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, താങ്ക് യു ഷൈൻ സാർ. അതുപോലെ തന്നെ സ്ലൈഡ് മറ്റു കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത ശരണ്യ മിസ്, അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ശ്രോതാക്കളായിട്ടുണ്ടായിരുന്ന എല്ലാവർക്കും ചുരുങ്ങിയ ബാക്കിയുള്ള താങ്ക്സ് പറയുകയാണ്. ഇനി നമുക്ക് ഫ്രഷ് ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ മറ്റു കാര്യങ്ങൾ ഡൗട്ട് ക്ലിയറിലേക്ക് പോവാം. ഹലോ സാർ. എന്നാലും വളരെ മനോഹരമായ രീതിയിൽ ഏകദേശം എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തിരുന്നു. പാർട്ടിസിപ്പൻസിന്റെ നല്ലൊരു റെസ്പോൺസും ഉണ്ടായിരുന്നു. വളരെ മികച്ച രീതിയിൽ ഒരു ക്ലാസ് പരിശീലന പരിപാടി അവതരിപ്പിച്ച അനന്തുവിന് പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇത് നമ്മുടെ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ സെഷനാണ്. ദയവായി ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളവർ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് സാറിനോട് ചോദിക്കാവുന്നതാണ്. ഹലോ സാർ. സാർ, ഫോൺ അഡിക്ഷനെ പറ്റിയിട്ടും കൂടെ എന്തെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ തരാമോ? ഏതാണ് ഫോൺ അഡിക്ഷൻ? ഫോണാണോ ഉദ്ദേശിച്ചത്? ഫോണോഗ്രഫി. ഓക്കെ. നമ്മളിപ്പോ പറഞ്ഞു വെച്ചതില് നമ്മുടെ ഇന്നത്തെ ഞാൻ ആദ്യം പറഞ്ഞു വെച്ചു, ഏറ്റവും കൂടുതൽ നമ്മുടെ ഇന്നത്തെ കൗമാരക്കാര് അല്ലെ ഈ ഒരു ചൈൽഡ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് ലഹരിയുടെ ഒപ്പം തന്നെ അല്ലെ അതിനേക്കാളും മുകളിൽ കയറി നിൽക്കുന്ന ഒരു സംഗതിയാണ് ഈ പറഞ്ഞ ബിഹേവിയർ അഡിക്ഷൻ. ബിഹേവിയർ അഡിക്ഷന്റെ ഗണത്തിൽപ്പെടുന്ന ഒന്നാണ് ഈ പറഞ്ഞ പോലെ അശ്ലീല ദൃശ്യങ്ങളോടുള്ള ആ ഒരു ക്രമാതീതമായ അളവിൽ അത് കാണുക, അതിൽ പ്ലഷർ കണ്ടെത്തുക എന്നുള്ളത്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ ആ ന്യൂറോ സൈക്കോളജി തന്നെ ഇതിനുമായിട്ട് കണക്ട് ചെയ്ത് പറയാൻ പറ്റും. ഇതൊരു ബിഹേവിയർ അഡിക്ഷൻ ആണ്. കൃത്യമായിട്ടും ചികിത്സാ പദ്ധതികളോട് കൊണ്ടുപോയി ചികിത്സിക്കേണ്ട ഒരു കാര്യമാണ്. അവര് ആ ഒരു പ്രായത്തിൽ അഡോളസെന്റ് പീരീഡിൽ തന്നെ കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കാത്തതിന്റെ ഒരു പ്രശ്നം കൂടിയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു പ്രവണതയിലേക്ക് കുട്ടികൾ പോകുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ കൃത്യമായിട്ടും പറയുകയാണെങ്കിൽ
ഏറ്റവും കൂടുതൽ വീഡിയോ ഗെയിംസ് അല്ലെങ്കിൽ ഗ്യാംബ്ലിങ്ങിലൂടെയാണ് നമ്മുടെ തലച്ചോറിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ടുള്ള ഡോപ്പമിന്റെ പ്രൊഡക്ഷൻ ഏറ്റവും ഹൈ ആയിട്ടുണ്ടാകുന്നത്. അതിന്റെ തൊട്ട് താഴെ വരുന്നത് സെക്സ് എന്ന് പറയുന്നതാണ്. അപ്പം ഈ പറയുന്ന ഒരു പീരീഡിൽ അല്ലെ ചൈൽഡ് ആയിരിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് അതിനോടുള്ള എക്സ്പോഷർ കിട്ടാത്ത സാഹചര്യത്തിൽ അവർ ഈ പറഞ്ഞ ഒരു പ്രവണതയിലേക്ക് പോകാനും അതുപോലെ ഹൈ റിസ്ക് അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ള സെക്ഷൽ പ്രാക്ടീസസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കൃത്യമായിട്ടും സൈക്കോ തെറാപ്പിയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള തെറാപ്പികൾ കൊണ്ട് നിയന്ത്രണ വിധേയമായി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഈ പറഞ്ഞ അഡിക്ഷൻ. അത് ഒരു രോഗാവസ്ഥയാണെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് അഡ്മിറ്റ് ചെയ്യുക. അതൊരിക്കലും മറ്റൊരു കണ്ടീഷനാണ് അല്ലെങ്കിൽ അത് അവന്റെ ഒരു ലേബിൾ ചെയ്യരുത്. ആ കുട്ടീനെ അല്ലെങ്കിൽ ആ വ്യക്തിനെ ഇത് അവന്റെ പ്രശ്നം കൊണ്ടാണ് അല്ലെങ്കിൽ അവന്റെ ഫാമിലി ഇങ്ങനെയാണ് അവനെ ലേബിൾ ചെയ്യല്ല വേണ്ടത്. രോഗാവസ്ഥയാണ്. അത് നമുക്ക് കൃത്യമായിട്ടും ചികിത്സകളാണ്. അത് നമുക്ക് ഒരു ഇത്തരത്തിലുള്ള അഡ്വാൻസ്ഡ് തെറാപ്പികൾ അവൈലബിൾ ആയിട്ടുള്ള സെന്ററുകളിൽ കൊണ്ടുപോയി ചികിത്സിക്കാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. സർ, ഈ ടീനേജിലാണ് ഈ പൊതുവെ ആൽക്കഹോള് മീൻസ് ഇതിന്റെ തുടക്കം വരാൻ സാധ്യതയുണ്ടെന്ന് സാർ പറഞ്ഞല്ലോ. കൈൻഡ് ഓഫ് 11 ആ ഒരു ഏജ് വരുമ്പോഴത്തേക്ക്. അപ്പം നമ്മളിപ്പം സപ്പോസ് ലൈക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ, അതായത് ഏർലി ടീനേജിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഡീൽ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എങ്ങനെയായിരിക്കും അത് ഡീൽ ചെയ്യുക? കാരണം ആ കുട്ടികൾ അത്രയും വലുതായിട്ടില്ലല്ലോ, കുട്ടിയല്ല വലുതുമല്ല. അപ്പൊ അങ്ങനെ വരുന്ന കുട്ടികളോട് എങ്ങനെയാണ് നമ്മളത് ഇൻ കേസ് നമ്മൾ കണ്ടുപിടിച്ചാൽ എങ്ങനെയാണ് അത് ഡീൽ ചെയ്യുക? ലൈക്ക് യങ് ആണ്, അപ്പം നമുക്കതിൽ ഫസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, ഞാൻ ആദ്യം ആ ഒരു പോർഷൻ പറഞ്ഞു പോയപ്പോൾ തന്നെ പറഞ്ഞത്, കുട്ടികൾക്ക് നമുക്ക് ഈ ഫാർമക്കോളജി ബേസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റിനേക്കാൾ ഉപരി നമുക്ക് അത് തന്നെ പ്രിഫർ ചെയ്യണം നിർബന്ധമില്ല ഒരിക്കലും. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സൈക്കോ തെറാപ്പികൾ കൊണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എൻവയോൺമെന്റ് മോഡിഫിക്കേഷൻ വരുത്തുന്നതിലൂടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് കുട്ടികളെ കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കും. അപ്പോൾ അഡിക്ഷൻ എന്ന് നമുക്ക് ഒരു വിസിബിളി അതിന്റെ സിംറ്റംസ് കാണിച്ചു തുടങ്ങി അല്ലെ ലക്ഷണങ്ങൾ കണ്ടു നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ആ ഒരു പെരുമാറ്റത്തിൽ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞൊരു പീരീഡിൽ നമുക്ക് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്ന ഒരു മെക്കാനിസം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ രോഗീനെ അല്ലെങ്കിൽ ഈ കുട്ടീനെ ഒരിക്കലും ഒരു ഹെവി ഡോസിലുള്ള മെഡിസിൻസ് കൊടുത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വിഡ്രോവലിന് വിധേയനാക്കി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കണ്ടീഷനിലേക്ക് പോകേണ്ട സാഹചര്യമില്ല. പക്ഷേ ലീഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇതേപോലെ അഡൾട്ട്ഹുഡിൽ എത്തുമ്പോൾ അതൊരു പക്ക അഡിക്ഷൻ ആയിട്ട് മാറും. അപ്പൊ അവർക്ക് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടും എന്താണ് അഡിക്ഷൻ എന്നുള്ള കൺസെപ്റ്റ് ആ കുട്ടികളിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ അത് ഡീൽ ചെയ്യേണ്ട അവരുടെ കുടുംബാംഗങ്ങളാണ്. ആദ്യം നമ്മൾ ഇതിനെക്കുറിച്ചുള്ള എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഈ കൊടുക്കേണ്ടത് അവരുടെ കുടുംബാംഗങ്ങൾക്കാണ്. കാരണം നമ്മുടെ ഒരു പേരന്റ് ഇത്തരത്തിലൊരു കുട്ടിയുടെ അഡിക്ഷനെ കണ്ടെത്തി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് അവന്റെ സുഹൃത്തുക്കളോട് ചോദിക്കും, നമ്മൾ അടുത്ത വീട്ടിലൊരു ചേച്ചിയോട് പറയും, അധ്യാപകരോട് വിളിച്ച് പറയുന്നു. ഇവൻ ഇത് അറിയുന്ന സമയത്ത് ഇവൻ ഓട്ടോമാറ്റിക്കലി റിവെഞ്ച് ആണ് ഉണ്ടാകുന്നത്. ഒരിക്കലും അത് ആ ബിഹേവിയർ നിർത്തണമെന്നോ ഇതല്ല, അത് അവൻ വളരെ രഹസ്യ സ്വഭാവത്തിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു അഡിക്ഷൻ അല്ലെങ്കിൽ ഒരു കാര്യം പബ്ലിസിറ്റി കൊടുത്തു അവനെ സമൂഹത്തിൽ അല്ലെങ്കിൽ അവന്റെ പിയർ ഗ്രൂപ്പിനിടയിൽ ഈ കുട്ടിയുടെ രക്ഷകർത്താവ് പറയുന്നതുകൊണ്ട് ചിലപ്പോൾ അവന്റെ പിയർ ഗ്രൂപ്പുകാർ ചിലപ്പോൾ അവനെ അടുത്ത ദിവസം മാറ്റി നിർത്തും. നീ ഞങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ നിന്റെ ഉമ്മ പറയും അല്ലെ അച്ഛൻ പറയും നീ ഞങ്ങളുടെ കൂടെ വന്നിട്ടാണ് കുടിച്ചതെന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തും. ഇതാണ് ഈ കുട്ടികളെ ഒന്നും കൂടി ട്രിഗർ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബിഹേവിയറിനെ മോശമാക്കുന്ന അവസ്ഥ. അപ്പൊ ആദ്യം നമ്മൾ കൃത്യമായിട്ടും ഈ കുട്ടികളെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് കുടുംബാംഗങ്ങൾക്കാണ് ആദ്യം കൗൺസിലിംഗ് കൊടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ ബിഹേവിയർ മോഡിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള തെറാപ്പികളും മറ്റു കാര്യങ്ങളും കൃത്യമായിട്ടും ഈ കുട്ടികളിലേക്കും കൊടുക്കാൻ സാധിക്കണം. അപ്പൊ കുട്ടികളെ നമ്മളിങ്ങനെ ഒരു തെറാപ്പി അല്ലെങ്കിൽ ഒരു വൺസ് ഒരു തെറാപ്പി കൊടുത്തുകൊണ്ട് ഒരിക്കലും ഇതിൽ നിന്ന് റിക്കവറി ആവില്ല. തുടർച്ചയായിട്ട് ഞാൻ ഈ കുറച്ച് ലാസ്റ്റ് പറഞ്ഞു വെച്ചതുപോലെ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റു കാര്യങ്ങളിലേക്ക് അവരുടെ അറ്റൻഷനെ നമുക്ക് എത്തിച്ച് കണക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കണം. അതിൽ അവരെ എൻജോയ് ചെയ്ത് ഈ ലഹരിയിൽ നിന്ന് കിട്ടുന്ന പ്ലഷറിനുപരി അവർക്ക് ആ ഒരു പ്ലഷർ കിട്ടിയെന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ നമ്മൾ ആ ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ ബ്രേക്ക് ചെയ്യാൻ പാടുള്ളൂ. അതിന് മുമ്പ് വരെ നമ്മൾ കൃത്യമായിട്ടും ആ തെറാപ്പിസ്റ്റുമായിട്ട് അല്ലെങ്കിൽ തെറാപ്പി സെന്ററുമായിട്ട് അല്ലെങ്കിൽ ആ നിങ്ങൾക്ക് ഈ സർവീസ് ഓഫർ ചെയ്യുന്ന ആ ഒരു ക്ലിനിക്കൽ പ്രാക്ടീഷണറുമായിട്ട് നമ്മൾ ആ ഒരു റിലേഷനിൽ നിൽക്കണം, അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഓക്കെ, ഷൈൻ സാർ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. സാറേ തുടക്കത്തിൽ സാറിന് കഥ പറഞ്ഞില്ല 3 കൂട്ടുകാരുടെ കഥ, അതിന്റെ സാരാംശം പറയാന്ന് പറഞ്ഞു. ഓക്കെ. മീര
ഗോപാലകൃഷ്ണൻ ഞാൻ ആൻസർ ചെയ്തത് ഓക്കെ ആണോ? എങ്കിൽ ഞാൻ ഇദ്ദേഹം പറഞ്ഞ സജികുമാർ എന്ന് പറഞ്ഞ ആളുടെ ഇതിലേക്ക് പോകുന്നു. തീർച്ചയായിട്ടും സർ, തീർച്ചയായിട്ടും വളരെ നന്നായിട്ട് ആ ക്വസ്റ്റ്യൻ ഓക്കെ, താങ്ക് യു. അപ്പോ ഞാൻ ആദ്യം പറഞ്ഞൊരു കഥയുണ്ട്, ഞാൻ ബ്രീഫ് ചെയ്ത്. ഇപ്പൊ നമ്മുടെ സജികുമാർ അദ്ദേഹം ചോദിച്ചു എന്താണ് ആ കഥയുടെ സാരാംശം എന്ന്. ഞാൻ ആദ്യം പറഞ്ഞൊരു കഥയുണ്ട്. നമ്മളെല്ലാം കുട്ടികളെ ഒന്നല്ലേ മറുവിധത്തിൽ കൈകാര്യം ചെയ്യുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ നമ്മൾ പലപ്പോഴും ഞാൻ കണ്ടുവരുന്നത് ഇന്നത്തെ ട്രെൻഡില് നമ്മൾ ആദ്യത്തെ പെഗ് ഒഴിച്ചു കൊടുക്കുന്നത്, അല്ലെ ആദ്യത്തെ ലഹരി നുണയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെയാണ്. അത് അഭിമാനമായിട്ട് പറയുന്ന പേരൻസിനെ പോലും നമ്മൾ ഇന്ന് കാണാറുണ്ട്. അതിൽ ഒളിഞ്ഞിരിക്കുന്ന അതിന്റെ ഭവിഷ്യത്തുകളെ അറിയത്തില്ലാത്തതുകൊണ്ടാണ് അവരത് ചെയ്തിരുന്നത്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞു ആ ഒരു ജെയിൻബിയിൽ അല്ലെങ്കിൽ ഒരു ആകാശൂഞ്ഞാലിൽ കയറിയപ്പോ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായ ഒരു സുഹൃത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ബാക്കി രണ്ടുപേർക്ക് അത് പ്ലഷറബിൾ അല്ലെ എൻജോയബിൾ ആയിട്ടുള്ള ഒരു മൂമെന്റ് ആണ്. പക്ഷെ ആ ആദ്യത്തെ വ്യക്തിക്ക് അത് ഭയങ്കര തിക്താനുഭവമായി മാറി. അദ്ദേഹം പിന്നെ ഒരിക്കലും അത് ആസ്വദിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് വന്നു. ഇതേ അവസ്ഥ തന്നെയാണ് പലപ്പോഴും നമ്മൾ ഈ അഡോളസൻ പീരീഡിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന കാലഘട്ടത്തിൽ തുടങ്ങുന്ന മദ്യപാനം അല്ലെ ലഹരിയുടെ ഉപയോഗം അല്ലെ ഒരു ബിഹേവിയർ അഡിക്ഷൻ ആകാം. അത് ഓരോ ആളുകളിലും ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ്. പല ആളുകളിലും അത് തീവ്ര സ്വഭാവത്തിലുള്ള അഡിക്ഷനിലേക്ക് പോകാം. അതിന് ഞാൻ ഈ പറഞ്ഞ ന്യൂറോ സൈക്കോളജി എന്ന് പറയുന്നതാണ് അതിന്റെ അടിസ്ഥാനം. നമ്മുടെ ഓരോരുത്തരുടെയും തലച്ചോറിൽ അതിനൊരു ബേസ് ലൈൻ ഉണ്ട്. അതിന്റെ അളവ് തോത് കയറി ഇറങ്ങിയിരിക്കുക, അതുപോലെ നമ്മുടെ എൻവയോൺമെന്റൽ ഫാക്ടർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ആ ഒരു ആകാശൂഞ്ഞാലിൽ കയറിയ സുഹൃത്തിന് അതൊരു തിക്താനുഭവമായി. അയാൾക്ക് ഒരിക്കലും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഒരിക്കലും അദ്ദേഹത്തിന് അതേപോലെ തന്നെയാണ് ഒരു ലഹരി ഉപയോഗിച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മളോടൊപ്പം ചേഴ്സ് പറഞ്ഞ് അല്ലെ നമ്മളോടൊപ്പം ഒരു പഫ് എടുക്കുന്ന ആളുകൾ പിന്നീട് അവർക്കത് നിയന്ത്രിക്കാനും അത് എൻജോയ് ചെയ്യാനും സാധിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ നമ്മളെ നാനാവിധത്തിൽ നമ്മളെ അഫക്റ്റ് ചെയ്യുകയും നമ്മളെ നെഗറ്റീവ് തലങ്ങളിലേക്ക് പോകും. അപ്പൊ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, എന്തിനാ ഇപ്പൊ ഈ സമൂഹത്തിൽ എത്രയോ ആളുകൾ ലഹരി ഉപയോഗിക്കുന്നത്, പിന്നെ എന്താ നിങ്ങൾ എന്നോട് മാത്രം ഇത് നിർത്ത് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു സാരാംശത്തിന് വേണ്ടിയിട്ടാണ് അത് ഞാനിവിടെ ആ ഒരു കഥ പറഞ്ഞു വെച്ചത്. ഓക്കെ, നമ്മുടെ ആ പ്ലഷർ എന്ന് പറയുന്നത് അനുഭവവേദ്യമാകുന്നത് പല അളവിലാണ് ഓരോ ആളുകളിലും. അത് നമുക്ക് അഡിക്ഷനിലേക്ക് പോകാം, പോസിറ്റീവ് വേയിൽ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. സാറേ ഞാൻ പൊതുപ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ എന്റെ ഒരു ഡൗട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ എന്റെ നാട്ടിൽ തന്നെ മിക്കുള്ള നാട്ടിലും ഉണ്ട്, എങ്കിലും എല്ലാ നാട്ടിലും കൂടുതലായി കണ്ടുവരുന്ന അഡിക്ഷൻ ഉള്ള കുറച്ചുപേരെങ്കിലും നമുക്ക് ആ നാട്ടിൽ കാണാൻ കഴിയുന്ന ഒരു അവസ്ഥ കിട്ടും. അപ്പോ ഇപ്പൊ ഞാൻ സോഷ്യൽ വർക്കുമായിട്ട് നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ സെറ്റിൽമെന്റ്, ട്രൈബൽ സെറ്റിൽമെന്റ് ഏരിയകളിൽ പുരുഷന്മാരിലും സ്ത്രീകളിലും കൂടുതൽ അഡിക്ഷൻ കാണാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ കൂലിപ്പണി എടുക്കുന്നവരുടെ ഇടയിലും ഞാൻ അഡ്രസ് ചെയ്യുന്നതാണ്, അവരെ ഇതായിട്ട് പറയുന്നതല്ല. അപ്പൊ നമുക്ക് ആ സൊസൈറ്റിയിൽ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ നമുക്ക് ഫാമിലിക്കും കൊടുക്കാൻ പറയും. ഇപ്പൊ പലരെയും നമ്മൾ പല കാര്യങ്ങളിലും ഇപ്പൊ ഹോസ്പിറ്റലിലോട്ട് വിളിച്ചു കഴിഞ്ഞാലോ അല്ല ഒരു ഡി അഡിക്ഷൻ സെന്ററിലോട്ട് വിളിച്ചു കഴിഞ്ഞാലോ ഒരു ക്ലാസ്സിന് വിളിച്ചു കഴിഞ്ഞാലോ വരാൻ തയ്യാറാകുന്നില്ല. അപ്പൊ നമുക്ക് ചിലപ്പോൾ അവരുടെ ഫാമിലിക്കായിരിക്കും ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുക. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഒരു സൊസൈറ്റിയിൽ ഒരു പ്രദേശത്ത് നമുക്ക് ഒരു സൈക്കോളജി അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ വിളിച്ച് അവിടെ ഒരു ക്ലാസ്, ഒരു വലിയൊരു ക്യാമ്പ് പോലെ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണോ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത്? അല്ല അത് ഒരു സൈക്കാട്രിസ്റ്റിനെയും കൂടെ ഉണ്ട്. സാറ് പറഞ്ഞതുപോലെ നമുക്കൊരു മോട്ടിവേഷനിലൂടെ അവരെ നമുക്ക് ഈ ഒരു ഡി അഡിക്ഷനിലേക്ക് കൊണ്ടുവരാൻ എങ്ങനെയാണ് മാർഗം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയല്ലാതെ ഇപ്പൊ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കും നമ്മളെ കൂടെ വന്നിരിക്കുന്നത്. അവർക്ക് അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, നമുക്ക് ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം, ട്രൈബൽ സെറ്റിൽമെന്റുകൾ അല്ലെങ്കിൽ ട്രൈബൽ ഏരിയ, കോസ്റ്റൽ റീജിയൻ, ഇത് ലഹരിക്ക് ഏറ്റവും കൂടുതൽ വൾണറബിൾ ആയിട്ടുള്ള ചില എൻവയോൺമെന്റ് ആണ് ഈ പറഞ്ഞ സംഗതികളൊക്കെ. ഒരിക്കലും അതൊരു വിഭാഗത്തെയോ അല്ലെങ്കിൽ ഒരു സമൂഹത്തെയോ അടച്ചാക്ഷേപിക്കുന്നതല്ല. സാഹചര്യവശാൽ അത് അവരുടെ തൊഴിലായിരിക്കാം, അല്ലെ മുൻകാലങ്ങളിൽ അവർ പ്രാക്ടീസ് ചെയ്തു തന്നിരുന്ന പല കാര്യങ്ങൾ കൊണ്ടാവാം, അവരുടെ അരക്ഷിതാവസ്ഥ കൊണ്ടാവാം, സാമ്പത്തിക മോശാവസ്ഥ കൊണ്ടാവാം, അല്ലെങ്കിൽ ഇതിനോടുള്ള തിരിച്ചറിവില്ലാത്തത് കൊണ്ടാവാം. ഇത്തരം സാഹചര്യങ്ങളിലേക്ക് ഏറ്റവും വൾണറബിൾ ഇദ്ദേഹം ഇപ്പൊ മെൻഷൻ ചെയ്തതുപോലെ ഈ ആദിവാസി വിഭാഗങ്ങൾ, അതേ കോസ്റ്റൽ ഏരിയയിലുള്ള ആളുകളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇത് കാണുന്നത്.
ഇപ്പം അദ്ദേഹം ചോദിച്ചത് ഒരു കമ്മ്യൂണിറ്റി അല്ലെ ഒരു സമൂഹത്തിന്റെ ലെവലിൽ ഒരു സാമാജികമായിട്ട് നമുക്ക് ഇതിനെ എങ്ങനെ തരണം ചെയ്യാം. കാരണം ഒരു സമൂഹത്തെ മൊത്തം ബാധിക്കുന്ന ഒരു വിഷയമാകുമ്പോൾ ഒരു വ്യക്തിനെ സെന്ററിൽ കൊണ്ടുപോകുന്നതിൽ ഉപരിയായിട്ട് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്ന അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇതില് ഇപ്പോ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഈ വിഷയം ഇതൊരു അഡിക്ഷൻ എന്ന് പറയുന്ന രോഗാവസ്ഥയാണ് എന്ന് ആ സമൂഹത്തെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കണം നമുക്ക്. ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നു ഇപ്പം ചോദിച്ച അനന്തു നെടുമങ്ങാട്, ഓക്കെ, അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നത്, ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ഈ പ്രദേശങ്ങളൊക്കെ ഉണ്ട്, ജനമൈത്രി എക്സൈസിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ അല്ലെങ്കിൽ വിമുക്തി സെല്ലിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പ്രിവെന്റീവ് ഓഫീസർ ഉണ്ടാവും. അവർ കൃത്യമായിട്ട് നിങ്ങൾ പറയുന്ന സ്ഥലത്ത് വന്ന് ഇത്തരത്തിലൊരു ക്ലാസ് അറേഞ്ച് ചെയ്ത് തരും. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ. ഒരിക്കലും അവർ റെയ്ഡ് നടത്താൻ വേണ്ടി വരുന്ന പോലെ ആവില്ല, അവര് സിവിൽ ഡ്രസ്സിലാവണമെന്നില്ല. അവർ വന്നിട്ട് ഏറ്റവും നമുക്ക് മനസ്സിലാകത്തക്ക വിധത്തിലുള്ള ഭാഷയിൽ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. ഇത്തരത്തിലൊരു അവയർനെസ് കൊടുക്കുന്നുണ്ട്. എന്താണ് യൂസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരം അവയർനെസ് എടുക്കുന്നതിലൂടെ ഇതില് ഏറ്റവും അഡിക്റ്റ് ആവാണ്ട് ഒരു ബോർഡർ ലൈനിൽ നിൽക്കുന്ന ചില വ്യക്തികൾ ഉണ്ടാവാം. അതായത് അത്തരത്തിലുള്ള ആളുകൾക്ക് ഈ ഒരു സാഹചര്യത്തെ കൈകാര്യം ചെയ്ത് അവർക്ക് ആ അഡിക്ഷനിൽ നിന്ന് മോചനം നേടാനുള്ള സാഹചര്യത്തിലേക്ക് വരാനും സാധിക്കും. അപ്പം ഈ പറഞ്ഞതുപോലെ അതേപോലെ ഞാൻ മുമ്പ് ലാസ്റ്റ് സ്ലൈഡിൽ സൂചിപ്പിച്ചിരുന്ന ഒഡിക്ക് CPLI പോലെയുള്ള കമ്മ്യൂണിറ്റി ലെവലിലുള്ള ഇന്റർവെൻഷൻസും നമുക്ക് ഇതുപോലെ സമൂഹത്തില് ഇത്തരത്തിൽ ക്ലാസ്സുകൾ എടുക്കാനോ അല്ലെ ബോധവൽക്കരണത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അത് വളരെ ഫലവത്തായിട്ട് തന്നെ നമുക്ക് ആ ബോർഡർ ലൈനിൽ നിൽക്കുന്ന ആളുകളെ തിരിച്ചു കൊണ്ടുവരാനും ചികിത്സ എടുക്കേണ്ട ആളുകൾ ആരെന്ന് നിർണ്ണയിക്കുന്നതിനും ഒരു സ്വാധീനമായി പങ്കുവഹിക്കാൻ സാധിക്കും. അത്തരത്തിൽ എനിക്ക് തോന്നുന്നു വിമുക്തി ഒന്ന് കൈകാര്യം ചെയ്യാം. ഷൈൻ സാർ. സമയം ഏകദേശം 9 മണി ആയിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സേവാ ടീമുമായിട്ട് ഓർഗനൈസേഴ്സുമായിട്ട് ബന്ധപ്പെടുക. അവർക്ക് വിവരങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് സംശയങ്ങൾ എന്താണെന്ന് ടെക്സ്റ്റായി അയച്ചാൽ മതിയാകും. നമ്മുടെ നന്ദു സാറിന്റെ ഡീറ്റെയിൽസ് ഒരു പ്രൊവൈഡ് ചെയ്യും. അത് മാത്രമല്ല ഏത് തരത്തിലെ ഇന്റർവെൻഷൻ ആണോ വേണ്ടുന്നത് അതിനെല്ലാം പറ്റിയ ഒരു പ്രൊഫഷണൽ ടീം സേവാ ഇന്ത്യക്ക് ഉണ്ട്. ഇതാണ് അറിയാൻ പറ്റിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളും ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പോകുന്ന ക്ലാസ്സുകൾ തന്നെയായിരിക്കും തുടർന്ന് വരുന്നത്. നിലവിൽ നമ്മുടെ സമയം ഏകദേശം ആയിട്ടുണ്ട്. വളരെ നന്ദി സാർ. ഓവർ ടു സേവാ ടീം. താങ്ക് യു. ഓക്കെ, എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഞാനൊരു നന്ദി പറയുകയാണ്. ഇത്രയും നമ്മളിപ്പം 1.5 മണിക്കൂറിന് മേലെയായി സംസാരിക്കുന്നു. അപ്പൊ എല്ലാവരും വളരെ ക്ഷമയോടുകൂടിയും അതുപോലെ തന്നെ നമ്മുടെ ചാറ്റ് ബോക്സിനെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ സംശയങ്ങൾ ക്ലാരിഫൈ ചെയ്യാനാണെങ്കിലും ഇത്രയും ക്ഷമയോടുകൂടി ഇരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഓഡിയൻസ് ആയിട്ട് എന്നെ ശ്രമിച്ച എല്ലാവർക്കും ഇതിൽ യൂസ്ഫുൾ ആയെന്ന് ഞാനും വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിനൊരു സാഹചര്യം ഒരുക്കി തന്ന സേവാ ഇന്ത്യയുടെ ചുമതലപ്പെട്ട ആളുകൾക്കും ഏറ്റവും കൃത്യമായിട്ടുള്ള ഭാഷയിലുള്ള നന്ദിയും കടപ്പാടും, അതുപോലെ ഓഡിയൻസ് എല്ലാവർക്കും ഇത്തരത്തിലുള്ള എന്ത് സഹായ സഹകരണങ്ങൾക്കും ഈ ഓർഗനൈസേഷന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായങ്ങളും ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. താങ്ക് യു.